وما النصر إلا من عند الله العزيز الحكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അത്തകാസുർ ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അടുത്ത സൂറത്ത് തുടങ്ങുകയാണ്, സൂറത്തു അൽ ഖാരിഅ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. 11 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്തുകളിൽ പൊതുവെയുള്ള വിഷയങ്ങൾ പോലെ തൗഹീദും ആഖിറത്തും ആണ് പൊതുവെ മക്കിയായ വിഷയങ്ങളിലെ മക്കിയായ സൂറത്തുകളുടെ വിഷയം. അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്ന സൂറത്താണിത്. അൽ ഖാരിഅ. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ്. അതിന്റെ വാക്കിൽ അതിന്റെ അർത്ഥം, ലുഗത്തിൽ ഭാഷയിൽ അതിന്റെ അർത്ഥം പേടിപ്പിക്കുന്നത്, ആകെ ഭയപ്പെടുത്തി കളയുന്നത് എന്നാണ് അർത്ഥം. മൽ ഖാരിഅ. അൽ ഖാരിഅ മൽ ഖാരിഅ. ഖാരിഅ എന്താണ്? എന്താണ് അൽ ഖാരിഅ? വമാ അദ്റാക, നിനക്കെന്തറിയാം? മൽ ഖാരിഅ, ഖാരിഅ എന്താണെന്ന് നിനക്ക് അറിയാമോ? വമാ അദ്റാക, നിനക്കെന്തറിയാം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാമോ, നീ അറിയുമോ? ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ യൗമ, അത് സംഭവിക്കുന്ന ദിവസം. അൽ ഖാരിഅ എന്ന് പറയുന്ന ആ ഒടുക്കം, എല്ലാത്തിന്റെയും അവസാനം, അത് നടക്കുന്ന ദിവസം, യൗമ, ആ ദിവസം. യകൂനു നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ജനങ്ങൾ. യകൂനു നാസ്, മനുഷ്യരായിത്തീരും. കൽ ഫറാശിൽ മബ്സൂസ്. അൽ ഫറാഷ് എന്ന് പറഞ്ഞാൽ ഫറാശത്തുൻ, കേട്ടിട്ടുണ്ടാവും, പറക്കുന്ന പറവകൾ, പ്രാണികൾ, പാറ്റകൾ, അതിനെ ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ് അൽ ഫറാഷ. തായ് ചേർത്ത് പറഞ്ഞാൽ അത് ഒറ്റ ഒന്നാണ്. ഇവിടെ അൽ ഫറാഷ് എന്ന് പറഞ്ഞാൽ അത് വർഗനാമമാണ്. ഏതുപോലെ ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു മരം എന്നാണ്. അഷജർ എന്ന് പറഞ്ഞാൽ അത് വർഗനാമമാണ്. തായ് ചേർക്കാതെ പറഞ്ഞാൽ വർഗനാമം മൊത്തത്തിൽ. അൽ ഫറാഷ് കൽ ഫറാഷിൽ മബ്സൂസ്. ബസ്സ എന്ന് പറഞ്ഞാൽ വിതറുക എന്നാണ്. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞതാണ്. ومن آياته, അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. خلق السماوات والأرض, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. وما بث فيهما, അതിൽ അവൻ വിതറിയെന്നതും, അതിൽ അവൻ വിതറിയിട്ടുണ്ട്, വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതും. വമാ ബസ്സ ഫീഹിമ, അതിൽ രണ്ടിലും, ആകാശത്തിലും ഭൂമിയിലും. മിൻ ദാബ്ബ, ജന്തുക്കളെ, ജീവനുള്ള വസ്തുക്കളെ. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. ഇങ്ങനെ മബ്സൂസാക്കി അല്ലാഹു വിതറിയിട്ടുള്ള ഈ ജന്തുക്കളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ അവൻ കഴിവുള്ളവൻ തന്നെയാണ്. വമാ ബസ്സ ഫീഹിമ മിൻ ദാബ്ബ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ, അവൻ ഉദ്ദേശിച്ചാൽ. ഖദീർ, അവൻ അതിന് കഴിവുള്ളവനാണ്. മബ്സൂസായവയെ ജംഇ ചെയ്യാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അതാണ് ബസ്സ എന്ന് പറഞ്ഞാൽ വിതറുക, വ്യാപിപ്പിക്കുക. മബ്സൂസ് എന്ന് പറഞ്ഞാൽ വിതറപ്പെട്ടത്.
കൽ ഫറാശിൽ മബ്സൂസ്, വിതറിയ പല സ്ഥലത്തായി ചിന്നിച്ചിതറിപ്പോയ പാറ്റകളെപ്പോലെ പറവകളെപ്പോലെ ജനങ്ങളാകുന്ന നാളാണത്. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങളാകും. ജബൽ എന്നതിന്റെ ബഹുവചനമാണ് അൽ ജിബാൽ. വതകൂനുൽ ജിബാൽ, യകൂനു അന്നാസ് എന്നും തകൂനുൽ ജിബാൽ എന്നും പറയാനുള്ള കാരണം, നാസ് എന്ന് പറയുന്നത് പൊതുവെ മുദക്കറായിട്ടാണ് പ്രയോഗിക്കാറുള്ളത്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. എന്നാൽ ജിബാൽ എന്നത് ജബൽ എന്ന് പറഞ്ഞാൽ അത് മുദക്കറാണ്. പക്ഷേ ബഹുവചനങ്ങളെ പൊതുവെ അറബിയിൽ പരിഗണിക്കാറുള്ളത് മുഅന്നസായിട്ടാണ്. ബഹുവചനങ്ങളെ പരിഗണിക്കുക സ്ത്രീലിംഗമായിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. റസൂൽ എന്നതിന്റെ ബഹുവചനമാണ് റുസുൽ. റുസുൽ പെണ്ണുങ്ങളുണ്ടാവോ? ഇല്ല. പക്ഷെ അള്ളാഹു പറഞ്ഞ എന്താണ്? തിൽക്കർ റുസുലു എന്നാണ്. തിൽക്ക നമുക്കറിയാം മുഅന്നസിനാണ് സാധാരണ പ്രയോഗിക്കുക. മുദക്കറിനെ ഏതാ പ്രയോഗിക്കുക? ദാലിക അല്ലെ, മദ്രസയിൽ പഠിച്ചാണ്. ദാലിക്കയുടെ മുഅന്നസാണ് തിൽക്ക. പക്ഷെ റുസുലിനെ കുറിച്ച് പറഞ്ഞപ്പോ എങ്ങനെയാണ്? തിൽക്കർ റുസുൽ. അപ്പൊ അങ്ങനെ ഒരുപാട് പദങ്ങൾ കാണാം പരിശുദ്ധ ഖുർആൻ. അതുപോലെ ജബലിന്റെ ബഹുവചനമാണ് ജിബാൽ. അതുകൊണ്ടാണ് യകൂനു എന്ന് പറയാതെ സാധാരണ മുഅന്നസിന് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കാറുള്ള തകൂനു ഉപയോഗിച്ചിട്ടുള്ളത്. വതകൂനുൽ ജിബാൽ, പർവ്വതങ്ങളായി തീരും. കൽഇഹ്നിൽ മൻഫൂഷ്, അൽഇഹ്ൻ എന്ന് പറഞ്ഞാൽ അതിന് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അർത്ഥം അസൂഫ്. സൂഫ് എന്താണ്? പരുത്തി. പരുത്തി ഉണ്ടല്ലോ, സൂഫ്. പഞ്ഞി, പരുത്തി, പഞ്ഞി. കൽഇഹ്നിൽ മൻഫൂഷ്. നഫഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിങ്ങനെ എന്താ ഇതിന് പറയാ, ഒരു മൊത്തത്തിലൊരു കഷ്ണമായിരുന്ന പഞ്ഞിയെ കൈകൊണ്ടിങ്ങനെ പരസ്പരം കീറിപ്പറിച്ച് വേറെ വേറെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് നഫഷ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അൽ മൻഫൂഷ്. അതങ്ങനെ പിടിച്ചു വലിച്ച് വേറെ വേറെ ആക്കി ചിന്നിച്ചിതറിയതാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ്. അങ്ങനെ ഉള്ള പരുത്തി പോലെ, പഞ്ഞി പോലെ പർവ്വതങ്ങളായിത്തീരുന്ന നാളാണത്. യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فأما من, ആരാണോ, ആരുടേതാണോ. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു അപ്പോൾ, ആ സമയം, എങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ള ഒരു പദമാണത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ ദിവസം ആരുടേതാണോ സഖുലത്. സഖുലത് എന്ന് പറഞ്ഞാൽ ഭാരമേറുക. സഖീൽ എന്ന് പറഞ്ഞാൽ ഭാരമേറിയ വസ്തു. അതിന്റെ വിപരീതമാണ് ഖഫീഫ്, ഭാരം കുറഞ്ഞ വസ്തു. സഖീലും ഖഫീഫും, അതാണ് സഖുലത് ഖഫത്ത്. ഫഅമ്മാ മൻ സഖുലത്, ആരുടേതാണോ ഭാരമേറിയത്. മവാസീനുഹു, മവാസീൻ എന്ന് പറഞ്ഞാൽ തുലാസുകൾ, നന്മയുടെ തുലാസുകൾ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ, അങ്ങനെയുള്ളവൻ ഫി ഈശത്തിൻ, ഒരു ജീവിതത്തിലായിരിക്കും. റാദിയ, തൃപ്തിപ്പെട്ട ഒരു ജീവിതത്തിലായിരിക്കും. ഫി ഈശത്തിൻ റാദിയ, തൃപ്തിപ്പെട്ട ഒരു ജീവിതത്തിലായിരിക്കും അവൻ ഉണ്ടാവുക, അതായത് സ്വർഗത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫത്ത്, എന്നാൽ ആരുടേതാണോ ഖഫത്ത്, ഭാരം കുറഞ്ഞുപോയത്, നന്മകളുടെ ഭാരം കുറഞ്ഞുപോയത്. ഫഉമ്മുഹു, അവന്റെ എന്താണ് ആ എന്ന് പറഞ്ഞാൽ? അതൊക്കെ തഫ്സീറിൽ വരും, ഇപ്പൊ മനസ്സിലാക്കുക. സങ്കേതം. ഫഉമ്മുഹു, അവന്റെ സങ്കേതം ഹാവിയ, ഹാവിയ എന്നു പേരുള്ള നരകമായിരിക്കും. പരലോകത്തെ തൂക്കം, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് വിശദീകരിച്ച് പറയാം. പരലോകത്ത് എന്തൊക്കെ തൂക്കും, അമലുകളുടെ തൂക്കം, അതുപോലെ ആളെ തൂക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അതിടക്ക് ഓർമ്മ വന്നൊരു കാര്യം പറയാതെ ചിലപ്പോൾ പിന്നെ ഓർമ്മ വരണമെന്നില്ല. സാധാരണ ഒരാളുടെ അമൽ അള്ളാഹു പറഞ്ഞല്ലോ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, അള്ളാഹു ഖുർആനിൽ സൂചിപ്പിച്ചതാണ്. ഒരു നന്മ ചെയ്താൽ അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്.
10 ഇരട്ടിയായി രേഖപ്പെടുത്തും, അതുപോലെ 700 രേഖപ്പെടുത്തും, അതിനു മുകളിൽ. അള്ളാഹു ഉദാഹരണം പറഞ്ഞല്ലോ, കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ. ഒരു മണിയെ പോലെ, ഒരു ധാന്യത്തെ പോലെയാണ് നല്ല കർമ്മങ്ങളുടെ ഉദാഹരണം. അംബതത് 7 സനാബിൽ, ആ ഒരു മണിയിൽ നിന്ന് 7 കതിരുകൾ മുളച്ചു പൊങ്ങി. ഫീ കുല്ലി സുംബുലത്തിൻ, ആ ഓരോ കതിരിലുമുണ്ട് 100 ഹബ്ബ, എത്ര? 100 മണികൾ, 100 ധാന്യങ്ങൾ. അപ്പൊ എത്രയായി? 700. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവൻ അവൻ ഇരട്ടിയാക്കി വീണ്ടും വീണ്ടും കൊടുക്കും, അതിനേക്കാളും അപ്പുറത്ത്. ഇലാ ദആഫിൻ കസീറ, ഇലാ 700 ദഅഫിൻ ഇലാ ദആഫിൻ കസീറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊതുങ്ങുകയില്ല, അതിനേക്കാളും അപ്പുറം പോകും. അപ്പോൾ ചുരുങ്ങിയത് ഒരാൾക്ക് എത്ര കിട്ടും? 10 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ. പക്ഷേ തിന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നത് എത്രയാണ്? 1 രേഖപ്പെടുത്തുക. ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് മഹത്തായ അഖീദത്തു തഹാവിയ, ഇമാം തഹാവി എഴുതിയ അഖീദക്ക് മഹത്തായ വിശദീകരണം എഴുതിയിട്ടുള്ള അഹ്ലുസുന്നത്തിന്റെ വിശ്വാസ സംഹിതയാണ് ആ കിതാബ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഫവൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാതിഹി, ഫവൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാതിഹി. അപ്പോൾ ഒറ്റയായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ 10 രേഖപ്പെടുത്തിയ കാര്യങ്ങളെ അതിജയിച്ചവന് നാശം. നോക്കണം, അള്ളാഹു ഒറ്റയായി രേഖപ്പെടുത്തിയതാണ് തിന്മകൾ, അത് അശറാത്തായി രേഖപ്പെടുത്തിയ നന്മകളെക്കാളും മുന്നിലേക്ക് എത്തിയാൽ അവന്റെ അവസ്ഥ എന്താണ്? വൈലുൻ, അവന് നാശം എന്ന് അദ്ദേഹം പറഞ്ഞു. فأما من خفت موازينه فأمه هاوية وما أدراك ما هي, അതെന്താണെന്ന് നീ അറിയുമോ? وما أدراك ما هي, وما أدراك നീ അറിയുമോ? ما هي, അതെന്താണ്? ഈ ഹാവിയ എന്താണ്? നാറുൻ ഹാമിയ, നാറുൻ തീയാകുന്നു, അത് ഹാമിയ അതികഠിനമായ ചൂടുള്ള, എല്ലാം കരിച്ചു കളയുന്ന നിരക്ക് ഭൂമിയിലെ തീയിനേക്കാളും ഇരട്ടി ചൂടുള്ള നരകത്തിലെ തീയാണത്. ഈ സൂറത്തുനിന്ന് ഓതും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽ ഖാരിഅ, അവിടെ ഹായിൽ വേണം അവസാനിക്കാൻ. കൂട്ടി ഓതുമ്പോൾ അൽ ഖാരിഅതു എന്ന് ഓതുക. അവിടെ നിർത്തുമ്പോൾ എങ്ങനെയാണ്? അൽ ഖാരിഅ, ഹായിൽ അവസാനിക്കണം. മൽ ഖാരിഅ വമാ അദ്റാക, റാ ശ്രദ്ധിക്കണം, അദ്റാക എന്നാണ്. മൽ ഖാരിഅ യൗമ യകൂനുന്നാസു, യൗമ യകൂനുന്നാസു, നൂനിന് ശബ്ദം ഉണ്ടാവുമ്പോൾ ഒന്ന് മണിച്ച് ഓതണം. യൗമ യകൂനുന്നാസു
കൽ ഫറാഷ് റാ ശ്രദ്ധിക്കുക, കൽ ഫറാഷിൽ മബ്സൂസ് സാ ആണ്, സീനല്ല സാ ആണ്. അൽ മബ്സൂസ്. വതകൂനുൽ ജിബാലു കൽഇഹ്ൻ, ഐനാണ് പിന്നെ ഹാ, കൽഇഹ്ൻ, കൽഇഹ്നിൽ മൻഫൂഷ്, മൻഫൂഷ്. فأما من ثقلت، فأما من ثقلت موازينه فهو في عيشة راضية. عيشة أنا عين، عيشة لا عين أنا عيشة راضية. وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, അൽ ഖാരിഅതു മിൻ അസ്മാഇ യൗമിൽ ഖിയാമ. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. കൽ ഹാഖ വത്താമ്മ വസ്സാഖ വൽ ഗാശിയ വഗൈരി ദാലിക്. ഇതുപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, ഇതൊക്കെ ഖുർആനിൽ അള്ളാഹു ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പേരുകളാണ്. ആ പേരുകളിൽ ആ നാളിന്റെ വിശേഷണവും അടങ്ങിയിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേരിട്ടതല്ല, പിന്നെയോ അതിൽ ആ ഖിയാമത്ത് നാളിന്റെ അതിലെ അവസ്ഥ എങ്ങനെയാണോ, അതിലെന്താണ് സംഭവിക്കുക, അതിലേക്കൊക്കെയുള്ള സൂചനകൾ ആ പേരിലുണ്ട്. ഈ പേര് പോലെ നോക്കിയാൽ ഖാരിഅ, ഭയപ്പെടുത്തുന്ന ദിവസം. ബാക്കി പേരുകളുടെ അർത്ഥം നോക്കിയാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവും. യൗമു തഗാബുൻ, അള്ളാഹു സൂറത്തു തഗാബുനിൽ പറഞ്ഞില്ലേ, ദാലിക യൗമു തഗാബുൻ, അതാകുന്നു നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുകൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പേരുകൾ പരിശോധിച്ചാൽ തന്നെ അതിന്റെ കാര്യം മനസ്സിലാവും. അങ്ങനെയാണ്. നരകത്തെ കുറിച്ചുള്ള പേരുകൾ നോക്ക്, അതും അങ്ങനെ തന്നെയാണ്. അതിന്റെ സിഫാത്ത് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനോടൊന്നിനോടും സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത അള്ളാഹുവിന്റെ പേരുകൾ നോക്ക്, അതും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അടങ്ങുന്നതാണ് അള്ളാഹുവിന്റെ പേരുകൾ. വെറും പേരല്ല, അവനുമായി അവന്റെ വിശേഷണങ്ങളുമായി ബന്ധമില്ലാത്ത പേരല്ല, മറിച്ച് അവന്റെ മഹത്തായ സിഫാത്തിനെ അറിയിക്കുന്നതാണ് അവന്റെ പേരുകൾ. അത് പഠിക്കണം നമ്മൾ. സുമ്മ ഖാൽ, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്ന് ഞാൻ മുഴുവനല്ല വായിക്കുന്നത്, ആവശ്യമുള്ളതാണ് വായിക്കുന്നത്. ബാക്കി ആവശ്യമില്ലാത്തതെന്നല്ല, നമ്മൾ ക്ലാസ്സിന് യോജിച്ചതായി മനസ്സിലാക്കിയതാണ്. ثم قال معظما أمرها ومهولا لشأنها. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖാരിഅ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്തിനാണ്? മൽ ഖാരിഅ. ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താണ്? വമാ അദ്റാക മൽ ഖാരിഅ. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം, നീ അറിയുമോ അതിനെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? മുഅ്ളിമൻ അംറഹ വമുഹ്വിലൻ ലിശഅനിഹ. അതിന്റെ കാര്യം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ ചോദിക്കുന്നത്. അതെന്താ നീ അറിയോ എന്ന് ചോദിക്കില്ല നമ്മൾ സാധാരണ സംസാരത്തിൽ. അതുപോലെ അതിനെക്കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഭയപ്പെടുത്തും, ഇബാദിനെ അള്ളാഹു ഭയപ്പെടുത്തും. എന്തിനാണ്? അവർ നന്നാകാൻ വേണ്ടി. ذلك يخوف الله به عباده يا عبادي فاتقون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണം ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അത് അള്ളാഹു ഭയപ്പെടുത്തുന്നതാണ് അള്ളാഹുവിന്റെ അടിമകളെ. വമനുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. നാം ആയത്തുകൾ അയക്കുന്നില്ല ഭയപ്പെടുത്താൻ വേണ്ടിയല്ലാതെ. അതുപോലെ വയുഹസ്സിറുകുമുല്ലാഹു നഫ്സഹ. അള്ളാഹു അവനെ കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യാൻ, നിങ്ങളോട് ജാഗ്രത കൈക്കൊള്ളാൻ പറയുകയാണ്. അള്ളാഹുവിനെ പേടിക്കാൻ അള്ളാഹു നിങ്ങളോട് പറയുകയാണ്. അള്ളാഹുവിന്റെ വഈദ്, താക്കീതുകൾ ഉണ്ടാകും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞില്ലേ, വലനുദീഖന്നഹും, നാം അവരെ ആസ്വദിപ്പിക്കും, അനുഭവിപ്പിക്കും. മിനൽ അദാബിൽ അദ്ന, ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട്. ദൂനൽ അദാബിൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷകൾക്ക് മുമ്പേ അതിന് താഴെയുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നാം അവരെ അനുഭവിപ്പിക്കും. ലഅല്ലഹും യർജിഊൻ. എന്തിനു വേണ്ടിയാണ്? അവർ മടങ്ങാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ നേപ്പാളിൽ തകർന്നു പോയ, അവിടെ ആകെ ആ നാട് തന്നെ അതിന്റെ സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി എന്നാണ് പത്രങ്ങളിൽ വായിക്കാൻ പറ്റിയത്.
ആ നാട് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഭൂകമ്പം കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ദുരന്തം. പക്ഷെ അതും ഖിയാമത്ത് നാളിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, വെറും അതിന. ഭൂകമ്പങ്ങളെ കുറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. ഈ ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ കാണുന്ന ആളുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഖിയാമത്ത് നാളിലെ സൽസല എന്തായിരിക്കും. ദുനിയാവിൽ ഈ അള്ളാഹു ഈ അതിന വളരെ ചെറുതെന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ എന്തായിരിക്കും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അത് നീ അറിയുമോ എന്ന് ചോദിക്കുന്നത്. വമാ അദ്റാക മൽ ഖാരിയ സുമ്മ ഫസ്സർ, എന്നിട്ട് അള്ളാഹു തന്നെ സുമ്മ ഫസ്സറ ദാലിക ബിഖൗലിഹി, അതെന്താണെന്ന് അള്ളാഹു തന്നെ വിശദീകരിച്ചു. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് എന്ന് പറഞ്ഞാൽ ഐ ഫീ ഇന്തിശാരിഹിം വതഫറുഖിഹിം വദഹാബിഹിം വമജീഇഹിം മിൻ ഹൈറതിഹിം ബിമാ ഹും ഫീഹ്. അവരെ കുറിച്ച്, മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നോക്കി. എന്താ പറഞ്ഞത്? ഈ നമ്മൾ മഴക്കാലത്തൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചാൽ, തീ കത്തിച്ചു വെച്ചാൽ പാറ്റകൾ വരില്ല, ഇങ്ങനെ അതിന്റെ വരവും പോക്കും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 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 ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ പേടിച്ചതുപോലെ അന്താളിച്ച് ഹൈറത്ത് എന്ന് പറയുന്നത്, ഹൈറാൻ എന്ന് പറയില്ല, ഹൈറാൻ ഒന്നും തിരിയാത്ത പോലുള്ളൊരു അവസ്ഥ എന്നതുപോലെ പല മുൻഗാമികളും അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് ഇരുട്ടത്ത് പറക്കുന്ന ചില പക്ഷികളെ പോലെ, അല്ലെങ്കിൽ ഇതുപോലുള്ള പാറ്റകളെ പോലെ, അത് കാണാതെ ഒന്നും തിരിയാതെ ഒന്നും മറ്റതിന്റെ മുകളിലൂടെ ചാടിക്കടക്കുന്നത് പോലെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ അവസ്ഥ. ആദ്യം അതായിരിക്കും അവസ്ഥ. അതുകൊണ്ടാണ് ആദ്യം ഫറാഷ്. പിന്നെ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഖമറിൽ എന്താണ്, കഅന്നഹും ജറാദും മുൻതശിർ, അവര് വെട്ടുകിളികളെ പോലെയാണ് പറന്നു നടക്കുന്നത്. കാരണം ആദ്യം ഒന്നും തിരിയാതെ ആകും, പിന്നെ മനസ്സിലാകും ഖിയാമത്ത് നാളിൽ. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുകുർ. സൂറത്തുൽ ഖമറിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ഒരു വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും. അതുപോലെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകും. ഒരൊറ്റ ഒരു നാട്ടക്കുറി വെച്ചതുപോലെ അതിലേക്ക് പോകുന്നത് പോലെ എല്ലാവരും അതിലേക്ക് ചെല്ലും. യൗമ യസ്മഊന അസ്സൈഹത ബിൽഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞു, ആ ശബ്ദം കേൾക്കും. എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ ലക്ഷ്യം വെച്ച് എല്ലാവരും ചെല്ലും. അപ്പൊ ആദ്യം ഫറാശിനെ പോലെയാണ്, ഒന്നും മനസ്സിലാവുകയില്ല. പിന്നെ ജറാദിനെ പോലെയാണ്. ജറാദ് പറഞ്ഞ വെട്ടുകിളി എന്നാണ് അതിന്റെ അർത്ഥം. അത് ഈ പാറ്റകളെ പോലെയല്ല അതിന്റെ പറക്കൽ, അതിനൊരു ലക്ഷ്യമുണ്ട്. രണ്ടും അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ ഈ അർത്ഥത്തിലാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. നോക്ക, അവരുടെ ഫിന്തിശാരിഹിം, അവരുടെ ഈ വ്യാപിച്ചുള്ള പോക്ക്, ഛിന്ന ഭിന്നമായിട്ടുള്ള അവരുടെ പോക്ക്, വതഫറുഖിഹിം, ആരും ഒരുമിച്ചല്ല, മറിച്ച് എല്ലാവരും വേറെ വേറെയാണ്. എല്ലാ ബന്ധങ്ങളും അവിടെ തീരും അല്ലേ. സൂറത്ത് അൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. എല്ലാ പിൻപറ്റിയ ആളുകൾ, നേതാക്കന്മാരായിരുന്ന ആളുകൾ അനുയായികളെ വിട്ടുപിരിയുന്ന നാൾ. അതുപോലെ എല്ലാ ബന്ധങ്ങളും കെട്ടുകളും മുറിഞ്ഞു പോകുന്ന ദിവസം. അങ്ങനെ അവരൊക്കെ വേറെ വേറെയായി പോകും. വദഹാബി അങ്ങോട്ട് പോകും, മജീഇഹിം അവരിങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയുള്ള അവരുടെ അന്താളിച്ച അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കൽ ഫറാശിൽ മബ്സൂസ് കമാ ഖാല ഫിൽ ആയത്തിൽ ഉഖ്റ കഅന്നഹും ജറാദും മുൻതശിർ. സൂറത്തുൽ ഖമറിൽ പറഞ്ഞതുപോലെ വിതറിയ പല സ്ഥലത്തേക്ക് വ്യത്യസ്തരായി പറക്കുന്ന വെട്ടുകിളികളെ പോലെ എന്ന് പറഞ്ഞതുപോലെ. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങളായി തീരും ഈ പരുത്തി പോലെ, കീറി വേറെ വേറെയാക്കിയ പരുത്തി പോലെ. ഖദ് സാറത് കഅന്നഹു സൂഫുൽ മൻഫൂഷ് الذي قد شرع في الذهاب والتمزق. മസ്സഖർ പറിച്ച് വേറെ വേറെയാക്കുക, അങ്ങനെ ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലെ ആവും. എന്താണാവുക?
ഭൂമിയിൽ അള്ളാഹു ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി നാട്ടിയിട്ടുള്ള പർവ്വതങ്ങളാണ്, ബലിഷ്ഠമായ പർവ്വതങ്ങളാണ് ആ അവസ്ഥയാവുക. അള്ളാഹു പറഞ്ഞു ഫഅമ്മാമൻ സഖുലത് മവാസീനു, അന്ന് ആരുടെ തുലാസാണോ ഭാരം തൂങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ഹസനാത്ത് ഭാരം തൂങ്ങണം, അതുപോലെ അവന് ഭാരം തൂങ്ങണം, ആളെയും തൂക്കും എന്നാണ്. ഫലനുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാം ഖിയാമത്ത് നാളിൽ അവർക്കൊരു തൂക്കവും ഉണ്ടാക്കുകയില്ല. വലിയ വലിപ്പമുള്ള കാഫറിനെ കൊണ്ടുവരും, പക്ഷേ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഒരു തൂക്കം അവന് ആ തുലാസിൽ ഉണ്ടാവുകയും, വളരെ മെലിഞ്ഞ ശരീരം ശോഷിച്ച മുഅ്മിനിനെ കൊണ്ടുവരും, പക്ഷെ അവന്റെ തൂക്കം ഉഹദ് മലയേക്കാളും ഉണ്ടാകും ആ തുലാസിൽ. അമലും തൂക്കും, ആളെയും തൂക്കും. അമലുകൾ തൂങ്ങുന്നത് ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. രണ്ട് വാക്കുകൾ, അത് നോക്കാം അവിടെ റസൂൽ പ്രയോഗിച്ച വാക്കുകൾ വിപരീത പദങ്ങൾ. ഖഫീഫതാൻ, ഭാരം കുറഞ്ഞതാണ്, അലൽ ലിസാൻ, നാവിന് അത് ചൊല്ലാൻ ഒരു ഭാരമല്ല, അത് എളുപ്പമാണ്. പക്ഷേ സഖീലതാൻ ഫിൽ മീസാൻ, തുലാസിൽ വളരെ തൂക്കമുള്ളതാണ്. ഈ ആയത്തുകൾ പ്രയോഗിച്ച വാക്ക് നോക്ക്. സഖുലത് ഖഫത്, ഖഫീഫതാനി സഖീലതാൻ, ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ് ആ രണ്ട് വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈന അസ്സമാഇ വൽ അർദ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തംലഉൽ മീസാൻ, തുലാസ് നിറയെ തൂങ്ങാനുണ്ടാകും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആ ഒരു വാക്ക്. സുബ്ഹാനല്ലാഹ് അതിന്റെ കൂടെ കൂടിയാൽ എന്താകും? ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ നിറയാൻ മാത്രം ഉണ്ടാകും. അത് എന്താണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് നഫിയാണ്, വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഇസ്ബാത്താണ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധൻ. അള്ളാഹിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ മോശം സിഫത്തുകൾ അള്ളാഹുവിന്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അവന് ശരീക്കുണ്ട്, അവന് വലതുണ്ട്, മലക്കുകൾ അവന്റെ പെൺമക്കളാണ്, അവൻ ഭൂമിയിൽ അവതരിക്കുന്നവനാണ്, ബിംബങ്ങളിൽ കുടിയിരിക്കുന്നവനാണ്. എന്തൊക്കെ വൃത്തികെട്ട, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത വാദങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അള്ളാഹുവിന്റെ പേരിൽ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനഹു അമ്മാ യഖൂലു ളാലിമൂന ഉലുവൻ കബീറ. ഇവരൊക്കെ പറയുന്ന അള്ളാഹു എത്രയോ ഉന്നതനാണ്. അപ്പോ എല്ലാ മോശം സിഫത്തുകളെയും നിഷേധിക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ, എന്നാൽ ഒരു സിഫത്തും ഇല്ലാത്തവനാണ് അള്ളാഹു? അല്ല, അത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഒരു സിഫത്തും ഇല്ലാതെ ഒരു ശക്തി മാത്രം വിശ്വസിക്കുന്ന ആളുകൾ. അള്ളാഹു അങ്ങനെ ഒരു വെറും ശക്തിയല്ല, അങ്ങനെ പറയാറില്ല. ചില ആളുകളുടെ ദാവത്തിൽ വരെ അങ്ങനെ ഒരു പദം വരാറില്ല, അങ്ങനെ ഒരു ശക്തിയല്ല അള്ളാഹു. ഖുവ്വത്ത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അള്ളാഹു ഖുവ്വത്തുള്ളവനാണ്. അങ്ങനെ ഒരുപാട് സിഫത്തുകളുള്ള ദാത്തുള്ള അസ്തിത്വമുള്ളവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അവൻ വെറൊരു ശക്തിയല്ല, മറിച്ച് അള്ളാഹു ഒരുപാട് സിഫത്തുകളുള്ള ജമീലായ, അൽ ഖാദിറായ, റഹ്മാനായ, റഹീമായ, വജ്ഹുള്ള, ദുൽ ജലാലി വൽ ഇക്റാം, അങ്ങനെ ഒരുപാട് സിഫത്തുകളുള്ളവനാണ് അള്ളാഹു. ജമീലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, കാണാൻ അതീവ ഭംഗിയുള്ള, വജ്ഹുള്ള, ഖദമുള്ള, യദുള്ള, അള്ളാഹു എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഉള്ള റഹ്മാനായ റബ്ബ്. അത് വെറും ശക്തി എന്ന് പറയാൻ പാടില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള സിഫത്തുകളൊക്കെ അവന് സ്ഥാപിക്കുകയാണ്, അവനുണ്ടെന്ന് സമ്മതിക്കുകയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിലൂടെ. അതോടൊപ്പം അള്ളാഹുവിനുള്ള ശുക്റും അതിൽ വന്നു. ഇത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളതാണ്. അവന്റെ കിതാബ് അള്ളാഹു തുടങ്ങി തന്നെ നോക്ക്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെയുണ്ട് ഹംദ്, അവിടെയുമുണ്ട്.
അപ്പൊ ഇങ്ങനെ തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന അമലുകൾ പറഞ്ഞു. സൽ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തൂങ്ങുന്ന അങ്ങനെ ഹദീസുകളിലൊന്നും കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് മാത്രമേ ഹദീസുകളിൽ നമ്മൾ ദുആന്റെ കിതാബുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അത് നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. فما من ثقلت موازينه فهو في عيشة راضية, അങ്ങനെയുള്ളവൻ ഐഷത്തുർ റാദിയ, തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു വേറെ സ്ഥലത്ത് പറഞ്ഞു ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ആയത്ത് നോക്ക്, അല്ലാഹു പറയുകയാണ് അവർ തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ. ഖുതൂഫുഹാ ദാനിയ, അതിൽ പറിച്ചെടുക്കാനുള്ള പഴങ്ങൾ താഴേക്ക് വരുന്നതാണ്. മുഅ്മിൻ വിചാരിക്കും അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. കുലു വശ്റബു, അവരോട് പറയപ്പെടും നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. ഹനീഅൻ, സന്തോഷത്തോടെ. എന്താണ് കാരണം? ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുമ്പേ ചെയ്തു വെച്ചത് കാരണത്താൽ. ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ഖിയാമത്ത് ദുനിയാവിൽ നിങ്ങൾ ചെയ്ത അമലുകൾ കാരണത്താൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോട് പറയും ദുനിയാവിലെ ഏറ്റവും എല്ലാ സുഖങ്ങളുമുള്ള, ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ച ഒരു രാജാവിനേക്കാളും അതിനേക്കാളും എത്രയോ ഇരട്ടി സുഖങ്ങൾ അനുഭവിക്കും ആര്? സ്വർഗത്തിൽ അവസാനം കയറിയാൾ. അവസാനം കയറിയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കുന്ന അല്ലെങ്കിൽ ഒരു ചമ്മട്ടി വെക്കുന്ന സ്ഥലം ദുനിയാവിനേക്കാളും അതിലുള്ളത് മുഴുവനേക്കാളും ഖൈറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗ സ്ത്രീകളിൽ ഒരുവളുടെ വലനസീഫുഹാ അലാ റഅസിഹാ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അവളുടെ തലയിലിട്ട തട്ടമുണ്ടല്ലോ അതാണ് ദുനിയാവിലും അതിലുള്ളത് മുഴുവനേക്കാളും നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലെ പാനീയത്തിൽ നിന്നൊരു തുള്ളി ദുനിയാവിൽ എവിടെയെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും ഇറ്റിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവൻ അതിന്റെ സുഗന്ധം കൊണ്ട് മൂക്ക് വട്ടം പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ വിശേഷണങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ഫി ഐഷത്തിർ റാദിയ, അല്ലാഹു അത് ഒരു വാക്കിൽ ഒതുക്കിയത് നോക്ക്. ഫി ഐഷത്തിർ റാദിയ, തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും. അതൊരിക്കലും പൈസ കൊടുത്താൽ കിട്ടാത്തതാണ് തൃപ്തി എന്ന് പറയുന്നത്, അള്ളാഹു തരേണ്ടതാണ്. റിദാ എന്ന് പറയുന്നത്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. മുത്മഇന്നത്തായ സമാധാനമുള്ള നഫ്സേ, നീ മടങ്ങി വരൂ നിന്റെ റബ്ബിന്റെ അരികിലേക്ക്. റാദിയ, തൃപ്തിപ്പെടുന്നതായിക്കൊണ്ടും, മർദിയ, തൃപ്തി നേടിയതായിക്കൊണ്ടും. വദ്ഖുലി ഫി ഇബാദി, എന്റെ നല്ലവരായ അടിമകളുടെ കൂടെ നീ പ്രവേശിക്കൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കൂ എന്ന് പറയപ്പെടും. ഫി ഐഷത്തിർ റാദിയ. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരുടേതെങ്കിലും തുലാസ് ഭാരം കുറഞ്ഞു പോയാൽ. അള്ളാഹുവിന്റെ ഈ പ്രയോഗം നോക്കിങ്ങൾ, എത്ര ചെറിയ സൂറത്തിൽ എത്ര വലിയ കാര്യങ്ങളാണ് അള്ളാഹു ഉൾക്കൊള്ളിച്ചത് ഖിയാമത്ത് നാളിനെ കുറിച്ച്. അവിടെ ഉള്ള സൽക്കർമ്മങ്ങളുടെ തൂക്കം കൂടുന്ന കാര്യം, അങ്ങനെ കൂടിയാൽ എന്താണ് സംഭവിക്കുക, കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എത്ര വലിയ വിഷയമാണ് അള്ളാഹു ഈ ചെറിയ സൂറത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ബലാഗത്താണത്, അവന്റെ കലാമാണെന്നുള്ള തെളിവാണ് ഇതൊക്കെ. അമ്മാമൻ ഖഫ്ഫത് മവാസീനു, ആരുടേതാണോ തുലാസ് ഭാരം കുറഞ്ഞു പോയത്, ഫഉമ്മുഹു ഹാവിയ, ഫഉമ്മുഹു, അവന്റെ ഹാവിയയായിരിക്കും. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, ഒന്ന്, അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എല്ലാവരും ദുനിയാവിൽ എല്ലാവരും അവനെ കൈവിട്ടു. എന്നാൽ അപ്പോൾ ദുനിയാവിൽ അവനെ ആശ്രയിച്ച് ചെല്ലാനുള്ളത് ആരുടെ അടുത്തേക്കായിരിക്കും? ഉമ്മാന്റെ അടുത്തേക്കായിരിക്കും. അത് നമുക്കൊക്കെ അറിയുള്ള അനുഭവ യാഥാർത്ഥ്യമാണ്. വലിയ വലിയ കൊടും കുറ്റവാളികൾ വരെ ദുനിയാവിൽ ആർക്കും, മനുഷ്യന്മാർക്ക് ഒരാൾക്കും അവരോട് സ്നേഹമോ അനുകമ്പയോ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരുടെ പെറ്റുമാക്ക് സ്നേഹമായിരിക്കും. എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യൂല എന്നായിരിക്കും പറയാ. അങ്ങനെ ഒരു ബന്ധമാണിത്. വേറെ എവിടേക്കും അവന് പോകാനില്ല എന്നതുപോലെ ആയിരിക്കും നരകവാസിക്ക്. അവൻ അവിടെ മാത്രമേ ആശ്രയം ഉണ്ടാവുള്ളൂ, വേറൊരു ആശ്രയവും അവനുണ്ടാവുകയില്ല. ബിമൻസിലത്തിൽ ഒരു ഉമ്മയുടെ സ്ഥാനത്ത്. മറ്റൊരു വിശദീകരണം അതിന് പറയപ്പെട്ടിട്ടുള്ളത്, മുൻഗാമികൾ തന്നെ
അങ്ങനെ പറയാനുള്ള കാരണം ഫഹുവ സാഖിതുൻ ഹാവിൻ ബിഉമ്മി റഅസിഹി ഫീ നാരി ജഹന്നം. അവനവന്റെ തലകുത്തിയിട്ടാണ് നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ എങ്ങനെയാണ് അള്ളാഹു വീഴ്ത്തുക? തലകുത്തിയിട്ടാണ് നരകത്തിലേക്ക് വീഴ്ത്തുക. റഅസ് അവന്റെ തല അത് നരകത്തിൽ കുത്തി വീഴുന്നത് കൊണ്ടാണ് അവന്റെ ആണ് ഹാവിയ എന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്നും ഒരു വിശദീകരണം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടു തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. വഅബ്ബറ അൻഹു ബിഉമ്മിഹി യഅനി ദിമാഗഹു. അപ്പൊ ഉമ്മ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ദിമാഗ്, അവന്റെ ദിമാഗ് എന്ന് പറയല്ലോ, തലച്ചോറ്. അത് ഉമ്മുഹു ഹാവിയ, അത് ഹാവിയയോട് ചേർന്നിരിക്കുന്നു, നരകത്തിൽ കത്തിയമർന്നിരിക്കുന്നു. ഖാല ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ്, വളരെ മുൻഗാമിയായ മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞു വഇന്നമാ ഖീല അൽ ഹാവിയതു ഉമ്മുഹു ലിഅന്നഹു ലാ മഅ്വാ ലഹു ഗൈറുഹാ. എന്ന വാക്കിനോട് ബന്ധമുള്ള ഒരു വാക്കാണ് മഅ്വാ. കേട്ടിട്ടുണ്ടല്ലോ, ഫബിഅ്സൽ മഅ്വാ, ചേരാനുള്ള സ്ഥലം. ആവാ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആശ്രയം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അയാൾക്ക് ചേരാനുള്ള ആശ്രയമായി, സങ്കേതമായി വേറെ ഒന്നുമില്ല, ഈ ഹാവിയ അല്ലാതെ വേറെ ഒന്നുമില്ല. വമാ അദ്റാക മാഹിയ, അള്ളാഹു ചോദിക്കുകയാണ് വമാ അദ്റാക മാഹിയ, നിനക്കറിയുമോ അതെന്താണെന്ന്? മാഹിയ, അതെന്താണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അള്ളാഹു തന്നെ അതിനെ വിശേഷിപ്പിച്ചു. എന്താണ് വിശേഷിപ്പിച്ചത്? നാറുൻ ഹാമിയ, നാറുൻ ചൂടേറിയ തീയാണത്, നാറാണ്. മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചു. ഇമാം ബുഖാരിയുടെ റിവായത്താണ്. അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ ഈ തീ ഉണ്ടല്ലോ, ദുനിയാവിലെ തീ, നമ്മളൊക്കെ പേടിക്കുന്ന ഒരു സ്ഥലത്ത് വലിയൊരു കുറച്ച് വലിപ്പമുള്ള നിലക്ക് ഒരു തീ കത്തിച്ചാൽ അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. കഴിയോ? ഇല്ല, അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, അതിലെത്തണമെന്നില്ല. അതല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കത്തിച്ചു കളഞ്ഞ സംഭവത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം നബിയെ ആ തീയിലേക്ക് അവർക്ക് കൊണ്ടുപോയി ഇടുകയല്ല ചെയ്ത്, പിന്നെ ദൂരെന്ന് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഏതോ യന്ത്രത്തിലൊക്കെ ആക്കി ദൂരേക്ക് എറിഞ്ഞു എന്നൊക്കെ, വലിയ തെറ്റാലിയിലാക്കി എറിഞ്ഞു എന്നൊക്കെ തഫ്സീറുകൾ കാണാം. അല്ലാഹു ആലം. അതിന് മുകളിലേക്ക് കൂടെ പോകുന്ന പക്ഷികളൊക്കെ കരിഞ്ഞതിൽ വീഴുമായിരുന്നു എന്നൊക്കെ കാണാം. അത് നമ്മുടെ അനുഭവ യാഥാർത്ഥ്യമാണ്. തീയുടെ അതിന്റെ കാഠിന്യം അത്രയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ ഈ തീ ഉണ്ടല്ലോ, ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തീയുടെ 70% മാത്രമാണ്, അതിന്റെ ചൂടിന്റെ 70% മാത്രമാണ്. ഖീല യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ. സഹാബത്ത് ഇങ്ങനെ ചോദിച്ചു, നബിയെ ഈ തീ തന്നെ മതിയല്ലോ, ഒരാളെ കരിച്ചു കളയാൻ, കത്തിച്ചു കളയാൻ ദുനിയാവിൽ തീ ധാരാളമാണ്. ഇത്ര ആളുകൾ തീ പിടിച്ച് മരിക്കുന്നുണ്ട്, തീ കത്തി പൊള്ളലേറ്റ് ഇത്ര ആളുകൾ കിടക്കുന്നുണ്ട്. അതിന്റെ വേദന ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവും. കുറച്ച് എവിടെയെങ്കിലും പൊള്ളിയാൽ നമുക്കറിയാം ഇത്രയാണ് അതിന്റെ വേദന. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിലൊക്കെ ഉപരി നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇത് തന്നെ ധാരാളമാണല്ലോ. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുദ്ദിലത അലൈഹിന്ന ബി 99 ജുസ്ആ കുല്ലുഹുന്ന മിസ്ലു ഹർരിഹാ. ഈ തീയുടെ മുകളിൽ 69 ഇരട്ടി വർദ്ധിപ്പിച്ചതാണ് നരകത്തിലെത്തി. മാത്രമല്ല അതിൽ ഓരോന്ന് കൂടുന്നതിന് എന്ത് സംഭവിക്കും? അതിലോരോന്നും കൂടുന്നതിന് അത്ര തന്നെ ചൂടാണ് കൂടുന്നത്. മനസ്സിലായല്ലോ? 69 ഇരട്ടി കൂടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓരോന്ന് കൂടുമ്പോ ഓരോ ഇരട്ടിയാണ്, അതേ ഇരട്ടിയാണ്. കുല്ലുഹുന്ന മിസ്ലു ഹർരിഹ, ഓരോന്നിനും മറ്റേതിന്റെ അതേ ചൂടാണുള്ളത്. ഇത് തന്നെ മറ്റൊരു റിവായത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദുരിബത് ബിൽ ബഹ്രി മറത്തൈൻ. നമ്മുടെ ഈ തീ എന്ന് പറഞ്ഞാൽ നരകത്തീ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ കടലിൽ മുക്കി എടുത്തിട്ട് തന്നതാണ്. എങ്ങനെയാണ് അള്ളാഹു അത് ചെയ്തത്? വല്ലാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കുക. കടലിൽ അള്ളാഹു
നരകത്തീ മുക്കി അതിനെ തണുപ്പിച്ചിട്ട് ദുനിയാവിലേക്ക് തന്നതാണ് നമ്മുടെ ഈ തീ എന്ന് പറയുന്നത്. നോക്കി, കടൽ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇതിന്റെ ചൂടിത്രയും. 2 തവണ. വദുരിബത് ഫിൽ ബഹരി മറത്തൈൻ. എന്നിട്ട് റസൂൽ പറയാൻ വലൗലാ ദാലിക മാ ജഅല അല്ലാഹു ഫീഹാ മൻഫഅതൻ ലിഅഹദിൻ. അല്ലാഹു അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ട് ഒരാൾക്കും ഇവിടെ ഉപകാരം എടുക്കാൻ കഴിയുമായിരുന്നില്ല. തീ കൊണ്ട് എത്ര ഉപകാരങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ഉപകാരങ്ങളുണ്ട് തീ കൊണ്ട്. ഇത്ര സ്വാദുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു തീ ഉണ്ടല്ലോ, തന്നുകൊണ്ടല്ലോ. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ. അള്ളാഹു തീ തന്നത് പ്രത്യേകം പറഞ്ഞു. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. ഏത് സൂറത്താണ്? സൂറത്തുൽ വാഖിഅ. മഴയെ കുറിച്ച് പറഞ്ഞ അതേ ഭാഗത്ത് അല്ലാഹു പറഞ്ഞു അഫറഅയ്തുമുൽ മാ അല്ലദീ തശറബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് താഴെ ഇറക്കിയത്? അതല്ല നാമാണോ? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? ഭൂമിയിൽ വലിയൊരു ശതമാനം ഉപ്പുവെള്ളമാണ്, കുറച്ചു മാത്രമേ കുടിക്കാനുള്ള ശുദ്ധവെള്ളമുള്ളൂ. ആ വെള്ളം തന്ന അള്ളാഹു തന്നെയാണ് തീയും തന്നിട്ടുള്ളത്. രണ്ടും അള്ളാഹു ഒരേ സിയാഖിൽ, ഒരേ സന്ദർഭത്തിൽ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു. നരകത്തിലെ തീ അള്ളാഹു റബ്ബുൽ ആലമീൻ 2 തവണ കടലിൽ മുക്കിയിട്ട് നമുക്ക് തന്നതാണ് ഈ ദുനിയാവിലെ തീ എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു റിവായത്തിലുള്ളത് വലൗല അന്നഹാ ഉത്ഫിഅത് ബിൽ മാഇ മറത്തൈൻ. 2 തവണ അത് തീയിൽ മുക്കിയില്ലായിരുന്നുവെങ്കിൽ, തീ കൊണ്ട് അതിനെ കെടുത്തിയില്ലായിരുന്നു, വെള്ളം കൊണ്ട്, കടൽ കൊണ്ട് അള്ളാഹു അതിനെ കെടുത്തിയില്ലായിരുന്നുവെങ്കിൽ മൻ തഫഅതും ബിഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമായിരുന്നില്ല. ഇങ്ങനെ ഒരു റിവായത്ത് കാണാം. അപ്പോ നാറുൻ ഹാമിയ എന്നതിന്റെ തഫ്സീർ അതാണ്. ഒരുപാട് ഹദീസുകൾ ഇനിയും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ്സിൽ ഒരു ചുരുക്കം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അള്ളാഹു പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞത് നോക്ക്. സൂറത്തു താഹയിൽ അള്ളാഹു പറഞ്ഞു വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വല അംതാ. നബിയെ, ജിബാലിനെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ ബലിഷ്ഠമായി നിലകൊള്ളുന്ന, ഭൂമി ഇളകാതിരിക്കാൻ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള പർവ്വതങ്ങൾ, അതിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, നിന്റെ റബ്ബതിനെ പൊടിച്ചു പാറ്റുന്നതാണ്. അഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, എന്റെ റബ്ബ് അതിനെ പൊടിച്ചു പാറ്റിക്കളയുന്നതാണ്. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, ഭൂമി അള്ളാഹു എന്നിട്ടൊരു നിരപ്പാക്കുന്നതാണ്. ലാ തറാ ഫീഹാ ഇവജൻ വല അംതാ, പിന്നെ നിനക്കൊരു വളവോ ഒരു താഴ്ന്ന സ്ഥലമോ ഒന്നും ഭൂമിയിൽ കാണുകയില്ല, എല്ലാം ഒരുപോലെ. അതുള്ളത് കൊണ്ടാണ് നമുക്ക് വഴി തിരിച്ചറിയുന്നത്. ചില സ്ഥലത്ത് വളവും ചില സ്ഥലത്ത് ഉയർച്ചയും താഴ്ചയും അടയാളങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് തലശ്ശേരി എവിടെ കണ്ണൂർ എവിടെ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ മനസ്സിലാവുമോ? ഒരേപോലെ ആണെങ്കിലെല്ലാം സ്ഥലം മനസ്സിലാവില്ല. അടയാളങ്ങൾ, ഒരടയാളങ്ങളും ഇല്ലാത്ത നിലക്ക് ഭൂമി ഒളിവെളുത്ത ഒരു ഭൂമിയാക്കി അള്ളാഹു തീർക്കും ഖിയാമത്ത് നാളിൽ. ഒരു വളവോ തിരിവോ താഴ്ചയോ ഒന്നുമില്ലാത്തത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു വഹശർനാ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ ബാരിസ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ആ ദിവസം നാം പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കും. നുസയ്യിറുൽ ജിബാൽ, സാറ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പാറിപ്പോവുക. അങ്ങനെ പർവ്വതങ്ങൾ പാറി നടക്കുന്നത് നിനക്ക് കാണാം. വതറൽ അർദ ബാരിസ, ഭൂമി ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വെളിവായി കാണാം. വഹശർനാഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദാ, അവരിൽ ഒരാളെ പോലും നാം വിട്ടുപോവുകയില്ല. അള്ളാഹു ആരെങ്കിലും വിട്ടുപോകും? എല്ലാരും രണ്ടാമതും ഒരുമിച്ച് കൂട്ടുന്ന ഇടക്ക് അള്ളാഹു ആരെങ്കിലും ഒരാളെ വിട്ടുപോകും? ഇല്ല. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളെ പോലും നാം വിട്ടുപോവുകയില്ല. അതുപോലെ സൂറത്തു തൂറിൽ അള്ളാഹു പറഞ്ഞു യൗമ തമൂറുസ് സമാഉ മൗറ വതസീറുൽ ജിബാലു സൈറാ. ഭൂമി, ആകാശം ഒരു മൗർ എന്ന് പറഞ്ഞ ഒരു ഗർജനം അതുണ്ടാക്കുന്ന ആ ദിവസം. അതുപോലെ പർവ്വതങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ദിവസം. ഇനി സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ. ബാക്കി എന്താ?
ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅം മുംബസ്സ. മലകളുടെ സ്ഥിതിയാണിത്. അള്ളാഹു അതിനെ ധൂളിയാക്കി, പുകയാക്കി, പൊടിയാക്കി പാറ്റിക്കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാണുന്ന ആ ദിവസമാണ്. ഇനി നിങ്ങൾ അങ്ങനെ കാണുന്ന ആ ദിവസമുള്ള മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. يا أيها الناس ജനങ്ങളെ ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളൂ. ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അളീം, തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ സൽസല എന്ന് പറഞ്ഞാൽ ശൈഉൻ അളീം, അത് ഭയങ്കരമായൊരു സംഗതി തന്നെയാണ്. യൗമ തറൗനഹ, നിങ്ങളത് കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്, ഓരോ മുലയൂട്ടുന്ന സ്ത്രീയും എന്തിനാണോ മുലയൂട്ടുന്നത് അതിനെ മറന്നുപോകും. ചില ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിടെ മുർദിഅത്ത് എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ടെന്നാണ്. വല്ലാഹു ആലം. കാരണം മുർദിഅത്ത് എന്ന് പറയേണ്ടതില്ല, മുർദിഅ എന്ന് പറഞ്ഞാൽ മതി മുലയൂട്ടുന്ന സ്ത്രീക്ക്. ഹാമിൽ എന്നേ പറയാറുള്ളൂ ഗർഭിണിക്ക്. ഹാമിലത്ത് എന്ന് പറയാറുണ്ടോ? ഇല്ല. മുന്നസിന്റെ താഴെ പ്രയോഗിക്കാറ്. കാരണം ഹാമിലാകാ ആരാണ്? സ്ത്രീകൾ മാത്രമല്ല. അതുപോലെ തന്നെയാണ് അത്ര മുർദിഅത്ത് എന്ന് പറയാതെ മുർദിഅ എന്നാണ് സാധാരണ പറയാ. അല്ലാഹു മുർദിഅത്തുൻ എന്ന് തന്നെ പറയാനുള്ള കാരണം ചില ഭാഷയിൽ വിവരമുള്ള ആളുകൾ പറയുന്നത് അല്ലാഹു ആലം, മുർദിഅത്ത് എന്ന് പ്രയോഗിക്കാറുള്ളത് പിന്നെ വാടകക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ കുട്ടികളെ മുലയൂട്ടൂലേ, അവർക്ക് മുർദിഅത്ത് എന്ന് പറയാറില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നവരെ തന്നെയാണ് എന്ത് പറയുക? മുർദിഅത്ത് എന്ന് പറയാം. അപ്പൊ വേറെ ആളുടെ കുട്ടിയല്ല മറന്നു പോകുന്നത്, പിന്നെ ആരെയാണ്? സ്വന്തം കുട്ടിയെ തന്നെ. കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭം ധരിച്ച ആരൊക്കെ ഉണ്ടോ, മൃഗങ്ങളാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരാകട്ടെ, വല്ലാഹു അലം, പ്രസവിച്ചു പോകും. തദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാറ. ജനങ്ങളെയൊക്കെ ഒരു സക്രത്ത് ബാധിച്ചതുപോലെ, ഒരു മത്ത് ബാധിച്ചതുപോലെ, ലഹരി ബാധിച്ചതുപോലെ നിനക്ക് കാണാം. ഒമാഹും ബി സുക്കാറ, ലഹരി ബാധിച്ച് ആടുന്നതല്ല അവര്, അന്താളിക്കുന്നതല്ല. പിന്നെന്താണ്? വലാകിൻ അദാബ് അല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് ശദീദാണ്, കഠിനമായതാണ്. ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ വിശേഷണമടങ്ങുന്ന ഒരു പേരാണ്. ഭീതിപ്പെടുത്തുന്നത് എന്നാണ് അതിന്റെ വാക്കർത്ഥം. മൽ ഖാരിഅ, എന്താണ് അൽ ഖാരിഅ? വമാ അദ്റാക മൽ ഖാരിഅ, ഖാരിഅ എന്താണെന്ന് നീ അറിയുമോ? യൗമ യകൂനു الناس കൽഫറാശിൽ മബ്സൂസ്. യൗമ, ആ ദിവസം, യകൂനു الناس, ജനങ്ങളായി തീരും, കൽ ഫറാശിൽ മബ്സൂസ്, ഫറാശിനെ പോലെ. ഫറാശ് എന്ന് പറഞ്ഞാൽ പാറ്റകൾ, പറവകൾ. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ എന്ന പ്രസിദ്ധമായ ഹദീസിലാണ്. എന്റെയും നിങ്ങളുടെ ഉദാഹരണം തീ കത്തിച്ച ഒരാളെ പോലെയാണ്. നിങ്ങൾ പാറ്റകളെ പോലെ ആ തീയിലേക്ക് ഇങ്ങനെ പാറിയെടുക്കുന്നു. ഞാൻ നിങ്ങളെ ഊരക്ക് പിടിച്ച് പിന്നിലേക്ക് വലിക്കുമ്പോൾ നിങ്ങൾ എന്റെ കൈ തെറിപ്പിച്ച് അതിലേക്ക് തന്നെ ചാടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെയും പ്രബോധിത സമൂഹത്തെയും ഉദാഹരണമാക്കി പറഞ്ഞു. ആ ഹദീസിൽ കാണാം ഈ തീയിലേക്ക് പോകുന്ന ആ പ്രാണികളെ ഫറാശ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. അൽ മബ്സൂസ് കൽ ഫറാശിൽ മബ്സൂസ്. ബസ്ത എന്ന് പറഞ്ഞാൽ വിതറുക, പാറ്റുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വിതറപ്പെട്ട അല്ലെങ്കിൽ അന്താളിച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ പല വഴിക്ക് പോകുന്ന ഫറാശിനെ പോലെ ജനങ്ങളായിത്തീരുന്ന നാൾ. അതുപോലെ വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങളായിത്തീരും. അൽ ജിബാൽ കൽ ഇഹ്ൻ, ഇഹ്ൻ എന്ന് പറഞ്ഞാൽ പരുത്തി പോലെ, സൂഫ് എന്നാണ് തഫ്സീറുകളിൽ അതിന് അർത്ഥം കാണുന്നത്. അൽ മൻഫൂഷ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടിങ്ങനെ അതിന്റെ ചിക്ക് പറിച്ച് പലതായി പാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ പർവ്വതങ്ങൾ പാറിപ്പോകുന്ന ദിവസം. فأما من ثقلت موازينه
ഫഅമ്മാമൻ ആരുടെയാണോ സഖുലത് ഭാരമേറിയത് മവാസീനുഹു മീസാൻ തുലാസ് ആരുടേതാണോ തുലാസുകൾ ഭാരം തൂങ്ങിയത് ഭാരമേറിയത് ഫഹുവ അവനായിരിക്കും ഫി ഈശത്തി റാദിയ തൃപ്തിപ്പെട്ട ജീവിതത്തിൽ ഈശ ജീവിതം റാദിയ തൃപ്തിപ്പെട്ടത് വഅമ്മാമൻ ഖഫത്ത് മവാസീനു ആരുടേതാണോ തുലാസുകൾ ഭാരം കുറഞ്ഞത് ഫഉമ്മുഹു ഹാവിയ അവന്റെ സങ്കേതം എവിടെയാണ് ഹാവിയ എന്ന നരകത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ അതിന് പറഞ്ഞ അർത്ഥം നമ്മൾ പറഞ്ഞു ഒരാൾക്ക് ഈ ആരൊക്കെ കൈവിട്ടാലും അവസാനം ചെല്ലാനുണ്ടാവുക ഉമ്മയായിരിക്കും വേറെ എവിടെയും പോകാനില്ല എന്നതുപോലെ ഇവന് വേറെ എവിടെയും പോയി രക്ഷപ്പെടാനില്ല അതുപോലെ തന്നെ മറ്റൊരു തഫ്സീർ എന്ന് പറഞ്ഞിട്ടുള്ളത് തല കീഴായിക്കൊണ്ട് തല കുത്തിയിട്ടാണ് നരകത്തിൽ മുഖകുത്തിയിട്ടാണ് ആളുകൾ പതിക്കുക അതുകൊണ്ട് അവന്റെ ഉമ്മുറസ് അവന്റെ തല നരകത്തിൽ ചാടും എന്ന അർത്ഥത്തിലാണത് എന്നും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടും ശരിയാണ് ഹാവിയ ഹാവിയ എന്നു പേരുള്ള നരകമാണ് അവന്റെ സങ്കേതം ഒമാ ദുറാക മാ ഹിയ കാര്യയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒമാ ദുറാക എന്ന പ്രയോഗം അതിന് നിനക്കറിയാമോ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് അത് പറയുന്നത് എന്താണത് നാറുൻ ഹാമിയ ചൂടേറിയ നാറാണത് തീയാണത് അതിന്റെ കടുപ്പം എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം നിങ്ങളുടെ ഈ തീ ദുനിയാവിലെല്ലാം കത്തിച്ചു കളയാൻ പോകുന്ന വലിയൊരു തീ കത്തിച്ചതിന്റെ അടുത്തോട് പോലും നമുക്ക് പോകാൻ പറ്റൂല അത്രയും ചൂടേറിയ ഈ തീ നരകത്തിന്റെ 70 അംശം മാത്രമാണ് ഓരോ അംശം കൂടുന്നതിന് അതിന്റെ ചൂട് ഇരട്ടിയായി കൂടിക്കൊണ്ടിരിക്കും മാത്രമല്ല ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ നരകത്തീ അള്ളാഹു റബ്ബുൽ ആലമീൻ കടലിൽ 2 തവണ മുക്കിയെടുത്തിട്ടാണ് നരകത്തിൽ ഈ തീ കിട്ടിയിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് തന്നെ അതിന്റെ ചൂട് ഇത്രയാണ് അങ്ങനെ അള്ളാഹു ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ട് ആർക്കും ഉപകാരമുണ്ടാവുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞു അത് അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്നു തീ എന്ന് പറയുന്നത് എന്തൊക്കെ ഉപകാരങ്ങളാണ് അതുകൊണ്ടുള്ളത് ഇനി സഹോദരങ്ങളെ ഈ സൂറത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പരാമർശിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീസാൻ അഥവാ തുലാസ് എന്ന് പറയുന്നത് ഇത് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് പരലോകത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അമലുകൾ തൂക്കാൻ തുലാസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് പിഴച്ച കക്ഷികളൊക്കെ നിഷേധിക്കുന്ന കാര്യമാണ് മുഅ്തസിലത്ത് അഥവാ ബുദ്ധി കൊണ്ട് ദീന് അളക്കാൻ പോയ ആളുകൾ അവരുടെ യഥാർത്ഥ ബുദ്ധിയല്ല അതുകൊണ്ടാണ് കാരണം സരീഹുൽ അഖൽ നേരായ ബുദ്ധിക്ക് ഒരിക്കലും ദീനിലൊന്നും എതിരല്ല ഒന്നും എതിരല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കിതാബ് തന്നെ ദർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ അഖലും നഖലും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് സ്ഥാപിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ടൊരു കാര്യം ഒരുത്തന്റെ ബുദ്ധിക്കെതിരാണെങ്കിൽ അവരുടെ ബുദ്ധിക്കാണ് തകരാറ് റസൂലുള്ള പറഞ്ഞത് സലീമായ സുരക്ഷിതമായ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയ ആൾക്ക് ഉൾക്കൊള്ള യാതൊരു പ്രയാസമില്ല ഒരിക്കലും അതെതിരല്ല അപ്പൊ അങ്ങനെ വാദിച്ച കക്ഷികളാണ് മുഅ്തസില പിഴച്ച കക്ഷികളാണ് അതിന്റെ ബാധയും ബാക്കിയൊക്കെ കേരളത്തിൽ നമുക്ക് കാണാം മീസാനെ നിഷേധിച്ച ആളുകൾ കേരളത്തിലുണ്ട് അപ്പൊ പരലോകത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെടുത്തി പറഞ്ഞ കാര്യമാണ് മീസാന്റെ കാര്യം അതിൽപ്പെട്ട ഒരായത്താണ് ഇത് ചില ആളുകൾ പറയാറുണ്ട് അത് സാങ്കല്പിക തുലാസാണ് ചില ആളുകൾ ഖുതുബകളിൽ പോലും പറയാറുണ്ട് പിന്നെ സാങ്കല്പിക അല്ലെങ്കിൽ എന്താ പറയാ അതിന് ഒരു ആലങ്കാരികമായ തുലാസ് ആലങ്കാരികം എന്ന് പറഞ്ഞാൽ വെറുതെ അലങ്കാരത്തിന് പറഞ്ഞതാണ് അല്ലാതെ തൂക്കൊന്നുമില്ല എന്ന അത് അങ്ങനെ പറയാൻ പാടില്ല മറിച്ച് ഹഖീഖായ അതിന് ഹഖീഖത്തുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടെ തുലാസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അമലുകൾ തൂക്കാൻ എങ്ങനെയാണ് അമല് തൂക്കാൻ സാധിക്കുക അമൽ എന്ന് പറഞ്ഞാൽ ഒരു മാനവീയായ കാര്യമാണ് ഒരു മാധ്യ തൊട്ട് നോക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ
ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു ഇത് തൂക്കും, അത് അളക്കും. മുഫസ്സിറുകൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് എഴുതി വെച്ചിട്ടുള്ള സിജില്ലാത്ത് രേഖകളാണ് തൂക്കുക, ഒന്നുകിൽ അങ്ങനെയാണ് തൂക്കുക. അല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന്റെ രൂപം മാറ്റി അതിനെ ഒരാളാക്കി കൊണ്ടുവന്ന് അങ്ങനെ തൂക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഹ്കാമുൽ ജനായിസിൽ വായിച്ച ഹദീസിലില്ലേ, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഖബറിലെത്തിയാൽ ഒരു നല്ല രൂപം ഒരാളുടെ മുന്നിലേക്ക് വരും. നീ ആരാണ്? അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സാലിഹായ അമലാണെന്നാണ് പറയുന്നത്. അതുപോലെ സൂറത്തുൽ ബഖറയെ കുറിച്ച്, സൂറത്തു ആല ഇമ്രാനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ അത് വരും. എങ്ങനെയാണ് വരിക? ഗയായതാൻ ഔ ഗമാമതാൻ, രണ്ട് മേഘങ്ങളായിട്ട് വരും. ഖുർആൻ ഇയാൾക്ക് വേണ്ടി ശുപാർശ പറയും. ഇങ്ങനൊക്കെ ഹദീസിൽ വന്നിട്ടില്ലേ അമലുകൾ ചെയ്യുന്ന കാര്യങ്ങൾ. മോശ ആളാണെങ്കിൽ അയാളുടെ അമലുകൾ ചീത്തയായ വൃത്തികെട്ട നാറുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിൽ വരും. ആരാണെന്ന് ചോദിക്കും, ഞാൻ നിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളാണെന്ന് പറയും. അപ്പൊ ഖിയാമത്ത് നാളിലെ സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള ഗൈബിയായ കാര്യങ്ങൾ ദുനിയാവിലെ കാര്യങ്ങളുമായി അളന്നു നോക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വിവരക്കേട്. ആ പറയുന്ന ബുദ്ധിക്ക് ആണ് തകരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിനല്ല. എന്തൊക്കെ ഇവൻ അളക്കും ഇങ്ങനെ പോയാൽ, സ്വർഗവും നരകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഇവൻ അളക്കേണ്ടി വരും ഈ ബുദ്ധി ഉപയോഗിച്ച്? ഒരിക്കലും സാധ്യമല്ല. ഈ ദുനിയാവിൽ തന്നെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ എന്ത് യുക്തി വെച്ചിട്ടാണ് ദുനിയാവിൽ അള്ളാഹു കാണിക്കുന്ന അത്ഭുതങ്ങൾ, അതിന് ഏത് ബുദ്ധി വെച്ചിട്ടാണ് ആളുകൾക്ക് അളക്കാൻ സാധിക്കുക? പിന്നല്ലേ പരലോകത്ത്. അപ്പോ അള്ളാഹു റബ്ബുൽ ആലമീൻ തുലാസുകൾ പരലോകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തെളിവെന്താണ്? ഒരു തെളിവ് നമ്മളിപ്പോ പഠിച്ച ഈ ആയത്തുകളാണ്. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. ഇത് തുലാസുകൾ ഉണ്ടെന്നതിന് നഖലിയായ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ പഠിപ്പിച്ച വ്യക്തമായ പരിശുദ്ധ ഖുർആനിലെ തെളിവാണ്. തുലാസുണ്ട്, ആലങ്കാരികമല്ല, സാങ്കല്പികമല്ല, യഥാർത്ഥത്തിലുള്ള തുലാസുകൾ തന്നെ. അല്ലാന്ന് വിശ്വസിക്കൽ അഹ്ലുസുന്നത്തിന് പുറത്തുപോയ ആളുകളുടെ വിശ്വാസമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ അറാഫിൽ പറഞ്ഞു 8-9 ആയത്തുകളിൽ, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് വൽ വസ്നു യൗമഇദിനിൽ ഹഖ് فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. هذه سورة سورة الأعراف. سورة الأعراف 8-9 ആയത്തുകൾ. അല്ലാഹു പറയുന്നു والوزن يومئذ الحق. അന്ന് ആ നാളിൽ അഥവാ ഖിയാമത്ത് നാളിൽ വസ്ൻ, തുലാസുണ്ട്, തൂക്കലുണ്ട് എന്ന് പറയുന്നത് ഹഖുൻ, സത്യമാണ്. കാരണം അള്ളാഹുവിന്റെ അദിലാണ്, നീതിയാണ്. അള്ളാഹ്ക്ക് ളാലിമുകളെ നേരെ നരകത്തിലാക്കിയാൽ അള്ളാഹിനെ ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ? ഒരാളുമില്ല. ഒരാൾക്ക് മിണ്ടാൻ സാധിക്കുകയില്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആർക്കാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥതയുള്ളത്, അധികാരമുള്ളത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ എല്ലാം അടക്കി ഭരിക്കുന്ന ഖഹാറായ അള്ളാഹുവിന് മാത്രം. സൂറത്ത് ഗാഫിറിൽ അള്ളാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശവും ഭൂമിയും അള്ളാഹു ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. ഐന മുലൂകുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ വലിയ വലിയ അധികാരികളും സ്വേച്ഛാധിപതികളും ഒക്കെ എവിടെ പോയി എന്ന് അള്ളാഹു ചോദിക്കും. ഒരാൾക്ക് അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. പിന്നെ എന്തിനാ അള്ളാഹു ഇങ്ങനെ തൂക്കി അളന്ന് ബോധ്യപ്പെടുത്തും? എന്താണ് കാരണം? അള്ളാഹുവിന്റെ അദിലാണ്, നീതിയാണത്. വേറെന്തൊക്കെ കാര്യങ്ങളുണ്ട്? മലക്കുകൾ എഴുതി വെക്കും, അത് കാണിച്ചു കൊടുക്കും. ഈ എഴുതിയത് നിന്നോട് എഴുതി വെച്ച മലക്കുകൾ നിന്നോട് അനീതി കാണിച്ചതാണോ എന്ന് ചോദിക്കും. അല്ല എന്ന് പറയും. അതുപോലെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീല് വെക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ഹത്താ ഇദാ ജാഊന,
അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞു, ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും, അവർക്കെതിരിൽ അവരുടെ കണ്ണും കാതും തൊലികളും സാക്ഷി പറയും. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന, തൊലികളോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? ഖാലൂ അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ വഹുവ ഖലഖകും അവ്വല മറ. തൊലികൾ പറയും എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹു ആരോ? അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. ഇങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തിലിടുക അവരുടെ നീതിയാണത്. തൂക്കാനുള്ള കിതാബ് കൊണ്ടുവരപ്പെടും, കാണിച്ചു കൊടുക്കും. വജദു മാ അമിലു ഹാദിറ, അവൻ ചെയ്ത കാര്യങ്ങൾ അവൻ ഹാദിറായി കാണും. ഇതൊക്കെ അള്ളാഹുവിന്റെ നീതിയാണ്. അന്ന് വസിനുണ്ടെന്നത് സത്യമാണ്. ആരുടെ തുലാസ് ഭാരം തൂങ്ങിയോ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയിച്ച ആളുകൾ. അവൻ ഖഫത്ത് മവാസീനു, ആരുടേതാണോ തുലാസ് ഭാരം കുറഞ്ഞത് ഫൗലായിക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാണ് സ്വന്തത്തെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, നമ്മുടെ ആയത്തുകളോട് ദുൽമിന്റെ നിലപാട് സ്വീകരിച്ചതിനാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ സ്വീകരിക്കാതെ വിശ്വസിക്കാതെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ ജീവിച്ചതിനാൽ. ഇത് സൂറത്തുൽ അറാഫിലാണ്. അതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു. ഏത് സൂറത്തിലാ? സൂറത്തുൽ അംബിയ 47-ാമത്തെ ആയത്ത്. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. ഇത്ര ആശയസമ്പുഷ്ടമായ ആയത്താണ്. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ, ഖിയാമത്ത് നാളിനു വേണ്ടി ആ നാളിൽ നാം ഇതാ നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കുന്നതാണ്. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا, ഒരാളോടും ഒരു തരിമ്പ് അനീതി കാണിക്കപ്പെടുകയില്ല, ഒരു നഫ്സും അനീതിക്ക് വിധേയനാകേണ്ടി വരികയില്ല. وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ, ഒരു അണുമണി തൂക്കമാണെങ്കിലും ശരി. മിസ്കാല ഹബ്ബത്തി മിൻ ഖർദൽ എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഒരു അർത്ഥം പറയാം. ആ ഒരു അണുമണി തൂക്കം ആണെങ്കിലും ശരി, അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരുന്നതാണ്. അള്ളാഹനെ മറച്ചു വെക്കാൻ കഴിയോ? ഇല്ല. ലുഖ്മാൻ മോനോട് പറഞ്ഞത് അതല്ലേ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ്. മോനെ, ഒരു അണുമണി തൂക്കമുള്ള കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു പാറയുടെ മുകളിലാകണമെങ്കിലും ആകാശത്തിലെവിടെ കൊണ്ടുവച്ചാലും ഭൂമിയിലെവിടെയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരും. മുഫസ്സറുകൾ കാര്യമായി 2 തഫ്സീറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അമലിന്റെ വിഷയം, നമ്മൾ ചെയ്തത് അള്ളാഹു കാണാതെ പോവുകയില്ല, അള്ളാഹിനെ ഒളിച്ചു ചെയ്യാൻ കഴിയുകയില്ല. രണ്ടാമത്തത് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തിയ റിസ്ക്, അത് എവിടെയാണെങ്കിലും ശരി അത് തിന്നിട്ടല്ലാതെ നമ്മൾ മരിക്കൂല. ഒരന്നമാണെങ്കിലും അള്ളാഹു നമുക്ക് എഴുതിയതാണോ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ ഒരു മിസ്കാല ഹബ്ബത്ത് മിൻ ഖർദലാണെങ്കിലും നാം അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ നടത്താൻ നാം തന്നെ മതി. അള്ളാഹു മതിയായവനാണ് കണക്ക് നോക്കാൻ. എല്ലാവരെയും ഓരോരുത്തരെയും, കുറച്ച് ആൾക്കാരെ നന്നായി നോക്കി ബാക്കിയുള്ളവർ തള്ളിവിടുമോ? ഇല്ല, ഓരോരുത്തരെയും അള്ളാഹു വിചാരണ നടത്തും. അതുപോലെ സൂറത്തു അന്നിസാ 40-ാമത്തെ ആയത്ത്. സൂറത്തു അന്നിസാ 40-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമ. അള്ളാഹുവിന്റെ ഈ തൂക്കത്തെ പറ്റി സൂചിപ്പിക്കുന്ന ആയത്താണ്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറ, അള്ളാഹു ഒരു അണുമണി തൂക്കം അനീതി കാണിക്കുകയില്ല. വഇൻ തകു ഹസനതൻ, ഒരു നന്മയാണെങ്കിൽ യുദാഇഫ്ഹാ, അള്ളാഹു അത് ഇരട്ടിയാക്കും. വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമ, അവങ്കൽ നിന്ന് വലിയ പ്രതിഫലം അള്ളാഹു നൽകും. അതാണ് ഇബ്നു അബിൽ അസ്സ് പറഞ്ഞത്, വൈലുൽ ലിമൻ ഗലബത് അഹാദുഹു അശറാതിഹി, ഒറ്റയായി അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യങ്ങൾ 10 രേഖപ്പെടുത്തിയതിനേക്കാളും കൂടിയവന് നാശം. എന്തൊരു ദൗർഭാഗ്യമാണത്. അതുപോലെ സൂറത്തു അൽ മുഅ്മിനൂൻ 101 മുതൽ 103 വരെയുള്ള ആയത്തുകൾ. സൂറത്തു അൽ മുഅ്മിനൂൻ 101, 103 വരെ. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون, കാഹളത്തിലൂതിയാൽ പിന്നെ അവർ തമ്മിൽ കുടുംബ ബന്ധമില്ല. فلا أنساب بينهم يومئذ ولا يتساءلون, അവർ പരസ്പരം ചോദിക്കുകയില്ല. അയാൾ എവിടെ തിരക്കിപ്പെട്ടാൽ
സ്വന്തം ബന്ധുക്കളെ, ഉറ്റവരെ, ഉടയവരെ പറ്റി പരസ്പരം ചോദിക്കുകയില്ല. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടേതാണോ തുലാസ് ഭാരം തൂങ്ങിയത് അവരാണ് വിജയിക്കുന്നവർ. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. ആരുടേതാണോ തുലാസ് ഭാരം കുറഞ്ഞത് അവരാണ് സ്വന്തത്തെ നഷ്ടപ്പെട്ടു പോയ നരകത്തിൽ ശാശ്വതവാസികളാകുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ഈ തുലാസിൽ തൂക്കുന്ന സമയത്ത് ഒരാൾക്കും ഒരാളെയും ഓർമ്മ വരികയില്ല. അങ്ങനത്തെ ഒരു സമയമാണ്. ഇത്രയും ആയത്തുകൾ നബി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മീസാൻ ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ചില ഹദീസുകൾ കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. ഒന്ന്, ഇമാം തിർമിദി റഹിമഹുല്ലാ അവിടുത്തെ ജാമിയിൽ ഇബ്നു മാജക്ക് ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മതി അലാ റൂസിൽ ഖലായിഖ യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഈ എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെ, അയാളെ യുഖല്ലിസ്, അയാളെ പ്രത്യേകമായി വിളിക്കും. അള്ളാഹുവും ഈ ആളും മാത്രം, അള്ളാഹുവും ഇദ്ദേഹവും മാത്രം, ഒരാളെയും കാണിക്കാതെ. എന്നിട്ട് ഫയുൻശറു അലൈഹി 99 സിജില്ല, അയാൾക്ക് 99 രേഖകൾ അയാൾക്ക് മുന്നിൽ ഇങ്ങനെ നിവർത്തി വെക്കും. കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ, അതിൽ ഓരോന്നും, ഓരോ രേഖയും, ഓരോ എഴുതിയ അയാളുടെ തിന്മകൾ എഴുതിയ രേഖയാണത്. ഓരോന്നും കണ്ണെത്താ ദൂരത്തോടുണ്ട്. ഓരോന്നും ഇപ്പൊ എത്ര ഉണ്ടാവും? ഒരുപാട് എണ്ണമില്ലാത്ത തിന്മകൾ ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ അല്ലാഹു റബ്ബുൽ ആലമീൻ അയാൾ എങ്ങനെയാണ് വിളിച്ചത്? ഒറ്റക്കാണ് വിളിച്ചിട്ടുള്ളത്. സുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു അയാളോട് പറയും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഇതിലേതെങ്കിലും, നിന്റെ തിന്മകൾ ഇത് മുഴുവൻ, ഇതിലേതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? നീ ചെയ്തല്ല എന്ന് പറയാനുണ്ടോ? ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അളലമക കതബതി അൽ ഹാഫിളൂൻ, എഴുതി വെക്കുന്ന, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ എന്ന സൂറത്തു അൽ ഇൻഫിതാറിൽ അല്ലാഹു പറഞ്ഞില്ലേ, ആ എന്റെ എഴുത്തുകാരായ, നിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ആളുകൾ നിന്നോട് ദുൽമ കാണിച്ചിട്ടുണ്ടോ? നീ ചെയ്യാത്ത എന്തെങ്കിലും എഴുതിയോ, എന്തെങ്കിലും കൂട്ടിയെഴുതിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അളലമക കതബതി അൽ ഹാഫിളൂൻ ഫയഖൂൽ, അപ്പൊ ഇയാൾ പറയും, ലാ യാ റബ്ബ്, ഇല്ല അല്ലാഹു, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, ഒക്കെ ഞാൻ ചെയ്തു തന്നെയാണ്, നിന്റെ എഴുത്തുകാർ അനീതി കാണിച്ചിട്ടില്ല. ഫയഖൂൽ, അപ്പൊ അല്ലാഹു വീണ്ടും ചോദിക്കുന്നു, അഫലക ഉദുർ, എന്തെങ്കിലും ഉദുർ നിനക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും ന്യായം, ഒഴികഴിവ് നിനക്ക് പറയാനുണ്ടോ? ഫയഖൂൽ, ഇയാൾ പറയും, ലാ യാ റബ്ബ്, ഇല്ല, ഒരു ന്യായം എനിക്ക് പറയാൻ. ഫയഖൂൽ, അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്, ബലാ ഇന്ന ലക ഇൻദനാ ഹസന ഫഇന്നഹു ലാ ളുൽമ അലൈക അൽയൗം. അല്ലാഹു പറയും, അല്ല, ഇന്ന ലക ഇൻദനാ ഹസന, ഒരു നന്മ നിന്റേതായി ഉണ്ട്, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. ഫഇന്നഹു ലാ ളുൽമ അലൈക അൽയൗം, നിന്നോട് ഇന്ന് ദുൽമ കാണിക്കില്ല. അല്ലാഹു ഒരാളോടും ദുൽമ കാണിക്കില്ലല്ലോ, നിന്നോട് ദുൽമ കാണിക്കില്ല, ഒരു ഹസനത്ത് നീ ചെയ്തിട്ടുണ്ട്. ഫതുഖ്റജു ബിതാഖതൻ ഫീഹാ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ ഒരു ബിതാഖ, ബിതാഖ പറഞ്ഞാൽ ഒരു കാർഡാണ് അതിന്റെ അർത്ഥം. ഖിയാമത്ത് നാളിലെ ഒരു ബിതാഖ എന്ന് മനസ്സിലാക്കുക. ഒരു ബിതാഖ അവിടെ പുറത്തു കൊണ്ടുവരപ്പെടും. അതിലുണ്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഫയഖൂൽ ഉഹ്ദുർ വസ്നക്, എന്നിട്ട് അയാളോട് പറയും, ഉഹ്ദുർ വസ്നക്, ദാ നിന്റെ തൂക്കം, നിന്റെ തുലാസില് ഹസനാത്തു സയ്യാത്തും തൂക്കുന്നത് ഈ കണ്ടോളൂ എന്ന് പറയും. ഫയഖൂൽ എന്ന് പറഞ്ഞാൽ അയാളുടെ മീസാനിൽ തിന്മയുടെ ഭാഗത്ത് ഒരു ഭാഗത്ത് തൂക്കാനുള്ളത് എന്താണ്? 99 സിജില്ലാത്ത്, ഒന്ന് തന്നെ
അപ്പോൾ അതിൽ ഓരോന്നും കണ്ണെത്താവുന്ന ദൂരത്തോ അത്രയുമുണ്ട്. നന്മയുടെ ഭാഗത്ത് തൂക്കാൻ എന്താ ഉള്ളത്? ഈ ഒരു ബിതാഖ മാത്രം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ തൂക്കുന്നത് കണ്ടോളെന്ന് പറയും. അപ്പൊ ഇയാൾ പറയും ഫയഖൂൽ യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖ മാ ഹാദിഹി സിജില്ലാത്ത്. അല്ലാഹു ഇത്രയും സിജില്ലാത്തിന്റെ കൂടെ ഈ ഒരു ബിതാഖ എന്ത് തൂക്കാനാണ് എന്ന് ഇയാൾ പറയും. ഫഖാൽ, അപ്പൊ അല്ലാഹു പറയും ഇന്നക ലാ തുദ്ലം, നിന്നോടൊരിക്കലും അനീതി കാണിക്കില്ല, തൂക്കിയിട്ടേ വിടുള്ളൂ. അല്ലാഹു ഒരു അനീതിയും കാണിക്കുകയില്ല. ഖാല ഫതൂദഉ സിജില്ലാതു ഫീ കിഫത്തിൻ വൽ ബിതാഖതു ഫീ കിഫത്തിൻ ഫതാശത് സിജില്ലാത്ത് വസഖുലത്തിൽ ബിതാഖ. ഇത് തൂക്കുകയാണ്. അപ്പോൾ ഈ സിജില്ല, തിന്മകൾ രേഖപ്പെടുത്തിയ സിജില്ലാത്ത് മുഴുവനും ഉയർന്നു പോകും. ബിതാഖ ഭാരം തൂങ്ങി താഴേക്ക് പോകും. ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ശൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ ഒന്നും ഭാരം തൂങ്ങയില്ല. മറ്റൊരു റിവായത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ റഹീമായ അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ ഒന്നും ഭാരം തൂങ്ങയില്ല. ഇത് തൗഹീദിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഹദീസുകൾ ആളുകളെ തിന്മ ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്, പിന്നെന്താണ്? തൗബ ചെയ്യാൻ, അള്ളാഹുവിനോടുള്ള മഹബ്ബ, തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ, അതാണ് പ്രേരിപ്പിക്കുന്നത്. ഒരു തിന്മയെ പോലും നിസാരമായി കാണരുത്. കാരണം എന്താണ്? ആ തിന്മ അതിനേക്കാൾ വലിയൊരു തിന്മയിലേക്ക് കൊണ്ടുപോകും. ഒരു നന്മയെ നിസാരമായി കാണരുത്. കാരണം ഒരു നന്മ അതിനേക്കാളും നല്ല നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് അതിന്റെ പ്രത്യേകതയാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖ്. നീ ഒരു നന്മ പോലും നിസാരമായി കാണരുത്. നിന്റെ സഹോദരനെ പ്രസന്നമായ ചിരിക്കുന്ന ഒരു മുഖത്തോടെ അഭിമുഖീകരിക്കുന്നത് പോലും. തിന്മകൾ അങ്ങനെ തന്നെയാണ്. തിന്മ അവസാനം ഒന്നടുത്തേക്ക് കൈപിടിച്ച് അങ്ങനെ കൊണ്ടുപോകും. അവസാനം വഅഹാതത് ബിഹി ഖതീഅതുഹു എന്ന് അല്ലാഹു പറഞ്ഞ അവസ്ഥയിലെത്തിപ്പോകും. തിന്മകളാകെ അവനെ മൂടി അവൻ വിചാരിച്ചാൽ പോലും അതിന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അതുകൊണ്ട് നിസാരമാക്കരുത്. മറിച്ച് ഈ ഹദീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുകളിലുള്ളതുപോലെ മീസാൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസിൽ എന്താണ് തൂക്കെന്ന് പറഞ്ഞത്? സിജില്ലാത്താണ്. അതുപോലെ ബിതാഖ, രേഖപ്പെടുത്തിയ സിജില്ലാത്ത്, അമലുകൾ രേഖപ്പെടുത്തിയ അള്ളാഹുവിന്റെ രേഖകൾ തൂക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാവാം അള്ളാഹു തൂക്കുന്നത്. വല്ലാഹു തആല അലം. ഇനി നോക്ക്, ഇത് മാത്രമല്ല, അമലുകൾ മാത്രമല്ല, ആളെ തന്നെ തൂക്കും എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറയുന്നു, ഇന്നഹു ലയഅതി അർ-റജുലുൽ അളീമുസ് സമീനു യൗമൽ ഖിയാമഹ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരും. എങ്ങനത്തെ മനുഷ്യനാണത്? അർ-റജുലുൽ അളീം അസ്-സമീൻ, വലിയ ഭീമാകാരനായ തടിച്ചൊരാളാണ്. പക്ഷേ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും ഇയാൾക്ക് ഖിയാമത്ത് നാളിൽ തൂക്കമുണ്ടാവില്ല. അപ്പൊ അയാൾ തൂക്കുന്നതാണ്. കാരണം എന്താണ്? അയാള് ഈമാനുള്ള ആളല്ല, കാഫിറാണ്, അല്ലെങ്കിൽ ഫാസിഖാണ്. വല്ലാഹു ആലം. വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുകയാണ്, യഖറഉ, നിങ്ങൾ ഓതൂ, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാം അവർക്ക് ഖിയാമത്ത് നാളിൽ ഒരു തൂക്കവും കൊടുക്കുകയില്ല. അവർക്കൊരു തൂക്കവും നാം കൊടുക്കുകയില്ല. അത് ആളുകളെ കുറിച്ച് തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ടാണ് ഇത് പറയുന്നത്. ഖിയാമത്ത് നാളിൽ തടിച്ച വലിയൊരാളെ കൊണ്ടുവരും, പക്ഷെ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലെ അയാൾക്ക് തൂങ്ങുകയില്ല. എന്നാൽ എങ്ങനെയാണ് നല്ല ആളുകളുടെ അവസ്ഥ? നേരെ തിരിച്ചാണ്. അതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ അറിയാലോ, മുഫസ്സിറായ മഹാനായ സഹാബിയാണ്. എല്ലാ ആയത്തുകളുടെയും സൂറത്തുകളുടെ ഒക്കെ അവതരണ പശ്ചാത്തലം, എന്തിനിറങ്ങി എവിടെ ഇറങ്ങിയെന്ന് പഠിച്ചിട്ടുള്ള മുഫസ്സിറായ മഹാനായ സഹാബിയാണ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ സഹാബി ഒരിക്കൽ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ കാലുകൾ വളരെ മെല്ലിട്ടാണ്.
അപ്പൊ കാറ്റടിച്ചപ്പോ അതിങ്ങനെ ആടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ചിരിച്ചു. അത് കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ ചിരിക്കുകയാണോ? എന്തിനാ ചിരിക്കുന്നത്? പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ കാലിങ്ങനെ മെലിഞ്ഞ കാലിങ്ങനെ കാറ്റത്ത് ആടുന്ന കണ്ടപ്പോ ചിരി വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതഅജബൂന മിൻ ദിഖ്ഖതി സാഖൈഹി, ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ കാല്, അദ്ദേഹത്തിന്റെ ആ കാല് എത്ര മെലിഞ്ഞതാണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അജബ് തോന്നുകയാണോ, ചിരി വരികയാണോ? ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ലഹുമാ ഫിൽ മീസാനി അഫ്ഖലു മിൻ ഉഹുദിൻ, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ആ കാലുകൾ അല്ലാഹുവിങ്കൽ മീസാനിൽ ഖിയാമത്ത് നാളിൽ ഉഹദ് മലയേക്കാളും തൂക്കമുള്ളതാണ്. അപ്പൊ അതും തൂക്കുന്ന മെലിഞ്ഞ ശരീരം ശോഷിച്ച എന്നാൽ ഈമാനിന്റെ ഭാരമാണ്, ഈമാന്റെ വെയിറ്റാണ്. മനസ്സിലായല്ലോ? അത് അള്ളാഹു ഖിയാമത്ത് നാളിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരീരത്തിനും നൽകുന്ന ആളുകൾ തൂക്കുമ്പോൾ. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹദീസ് നോക്ക്, തടിച്ച വലിയ ഒരാളെ കൊണ്ടുവരും, പക്ഷെ കൊതുകിന്റെ ചിറക് പോലും തൂങ്ങുകയില്ല, അതിന്റെ തൂക്കം പോലും ഉണ്ടായി. ഇബ്നു മസ്ഊദിന്റെ കാലുകളുടെ തൂക്കം എന്താണ്? ഉഹദ് മലയേക്കാൾ. ഇബ്നു മസ്ഊദിനുള്ള സന്തോഷ വാർത്തയാണിത്. ഇബ്നു മസ്ഊദിനെ കുറിച്ചുള്ള ഫضലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതും കൂടി മനസ്സിലാക്കണം, സഹാബത്തിന്റെ ഫضൽ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അവരിൽ തന്നെ ആലിമുകളായ മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അവിടെ അജ്സാദാക്കി മാറ്റാം, അല്ലാഹു സുബ്ഹാനഹു തആല ഈ അമലുകളെ ആൾക്കാർ തന്നെ ആക്കി, ശരീരം തന്നെ ആക്കി മാറ്റി തൂക്കാം. അല്ലെങ്കിൽ സിജില്ലാത്തായിരിക്കാം തൂക്കുന്നത്, എഴുതിയ രേഖകൾ. ഇനി ആളുകളെ തന്നെ തൂക്കുന്ന ഹദീസാണ്, അത് തെളിയിക്കുന്ന ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. ഞാൻ നേരത്തെ വായിച്ച ഇബ്നു മസ്ഊദിന്റെ ഹദീസ് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തതാണ്. ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത് തന്നെ ഷെയ്ഖ് അൽബാനി സഹീഹു തർഗീബ് വ തർഹീബിൽ സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇനി വായിക്കാൻ പോകും. عن عائشة رضي الله عنها أن رجلا من أصحاب رسول الله صلى الله عليه وسلم جلس بين يديه. عائشة رضي الله عنها പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പെട്ട ഒരാൾ വന്നു, എന്നിട്ട് നബിയുടെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ യാ റസൂലല്ലാഹ് ഇന്ന ലീ മംലൂകീൻ, നബി എനിക്ക് കുറച്ച് അടിമകളുണ്ട്, എന്റെ കീഴിൽ മംലൂക്കുകളായ അടിമകളായ കുറച്ച് ആളുകളുണ്ട്, ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ. യക്ദിബൂനനി, രണ്ടിലധികം ആളുകൾ ഉണ്ടാവാം, അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചിട്ട് മംലൂക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. യക്ദിബൂനനി, അവരുടെ സ്വഭാവം എന്താണ്? അവരെന്നോട് കളവ് പറയുന്നവരാണ്. വയഖൂനൂനനി, എന്നെ പലപ്പോഴും പറ്റിക്കുന്ന ചതിക്കുന്നവരാണ്. അടിമകളാണ്, പക്ഷെ പലതും ഏൽപ്പിച്ചാലൊക്കെ എന്നോട് കളവ് പറയുന്ന, ചതിക്കുന്ന. വയഅസൂനനി, അനുസരണക്കേട് കാണിക്കുന്ന സ്വഭാവമുള്ള അടിമകൾ എനിക്കുണ്ട്. വഅദ്രിബുഹും വഅശ്തിമുഹും, ഇങ്ങനെയൊക്കെ സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട് അവരോട്? അദ്രിബുഹും, ഞാൻ അവരെ അടിക്കാറുണ്ട്. ദറബറ, അടിച്ചു. വഅശ്തിമുഹും, ഞാൻ അവരെ ചീത്ത വിളിക്കാറുണ്ട്. ഞാൻ അവരെ അടിക്കും, ഞാൻ അവരെ ശകാരിക്കും, ചീത്ത വിളിക്കും, അതൊക്കെ ചെയ്യാറുണ്ട്. അവർ എന്നെ ചതിക്കുന്നവരാണ്, കളവ് പറയും, ധിക്കരിക്കും, ഇങ്ങനത്തെ സ്വഭാവമുള്ള അടിമകളാണ്. അതുകൊണ്ട് ഞാൻ അവരെ അടിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഫകൈഫ അന മിൻഹും, നബിയെ എന്താണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാറുള്ളത്? അവരുടെ എന്റെ സ്വഭാവത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അവരെ എന്നെ തട്ടിച്ചു നോക്കുമ്പോൾ എന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. فقال له رسول الله صلى الله عليه وسلم, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, يحسب ما خانوك وعصوك وكذبوك وعقابك إياهم. റസൂലുള്ളാഹി പറയുന്നു, യുഹ്സബ്,
കണക്ക് നോക്കും, കണക്ക് നോക്കപ്പെടും, കണക്ക് കൂട്ടപ്പെടും. മാ ഖാനൂക വഅസൗക വകദബൂക, അവർ നിന്നെ ചതിച്ചതും അവർ നിന്നോട് കളവ് പറഞ്ഞതും അവർ നിന്നെ ധിക്കരിച്ചതും ഒക്കെ അവർക്കതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. തെറ്റാണ് അവർ ചെയ്യുന്നത്. ഇന്നെ അനുസരിക്കണം, ചതിക്കാൻ പാടില്ല, സത്യം പറയണം, അതുപോലെ വഞ്ചിക്കാൻ പാടില്ല. അവരുടെ ഈ തിന്മകളൊക്കെ തൂക്കും, അളക്കും. വയഖാബുക ഇയ്യാഹും, അത് മാത്രമാണ് അളക്കുക, അല്ല നീ അവർക്ക് അതിന് കൊടുക്കുന്ന ശിക്ഷയുണ്ടല്ലോ അതും അളക്കും. നീ അവരടിക്കുന്ന അടിയും അവരെ ശകാരിക്കുന്ന ശകാരവും ഒക്കെ. ഇൻ കാന ഇഖാബുക ഇയ്യാകും ദൂന ദുനൂബിഹിം, ഇൻ കാന ഇഖാബുക ഇയ്യാഹും ദൂന ദുനൂബിഹിം കാന ഫദ്ലൻ ലക അലൈഹിം, നീ അവരെ ശിക്ഷിക്കുന്ന ശിക്ഷയുണ്ടല്ലോ അത് അവർ ചെയ്യുന്ന അവരുടെ തിന്മയെക്കാളും താഴെയാണെങ്കിൽ, അവരുടെ ശിക്ഷ ഇതൊക്കെ അവരുടെ പ്രവൃത്തിയൊക്കെ തൂക്കിയിട്ട് നിന്റെ അടിയും നിന്റെ ശകാരമൊക്കെ തൂക്കിയാൽ നീ ചെയ്യുന്നത് കുറവാണെങ്കിൽ നിനക്ക് അവരെക്കാളും ശ്രേഷ്ഠതയുണ്ട്. അവരുടെ സൽക്കർമ്മം ചിലപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടും, നിന്റെ പാപങ്ങൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണല്ലോ ഫദ്ലുണ്ട് എന്ന് പറഞ്ഞാൽ, അതാണ് നിനക്ക് അവരെക്കാളും ഫദ്ലുണ്ടാവും ഖിയാമത്ത് നാളിൽ. വഇൻ കാന ഇഖാബുക ഇയ്യാഹും ബിഖദരി ദുനൂബിഹിം കാന കഫാഫ ലാ ലക വലാ അലൈക. ഇനി അതല്ല, രണ്ടും ഒരേപോലെയാണെങ്കിൽ, അവരുടെ തോന്നിവാസവും നിന്റെ ശിക്ഷയൊക്കെ ഒരുവാനാണെങ്കിൽ കഫാഫ, അത് ഒരേപോലെ ആയിരിക്കും. ലാ ലക, നിനക്ക് കൂടുതലൊന്നും കിട്ടാനില്ല, അതുപോലെ വല അലൈക്, നിനക്കെതിരിൽ ഒന്നും നടപടി വരാനില്ല. വഇൻ കാന ഇഖാബുക ഇയ്യാഹും ഫൗഖ ദുനൂബിഹിം ഇഖ്തുസ്സ ലഹും മിൻകൽ ഫദ്ലു അല്ലദീ യബ്ഖാ ഖിബലക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരുടെ ഈ പ്രവൃത്തിയെക്കാളും കുറച്ചധികമാണ് നിന്റെ ശിക്ഷയെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇഖ്തുസ്, ഖിസാസ്, എന്താണത്? പകരം കൊടുക്കേണ്ടി വരും. നിന്റെ ഫദ്ൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അവിടെ എങ്ങനെയാണ്? ദീനാറും ദിർഹമുമാണോ? അല്ല. അടിയാണോ? അല്ല. വലാകിന്നൽ ഹസനാത്തു വസ്സയ്യാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടെ ഹസനാത്തു സയ്യാത്തും വെച്ചിട്ടാണ് കാര്യം തീരുമാനിക്കുക. നന്മകൾ അങ്ങോട്ട് കൊടുക്കേണ്ടതൊക്കെ തീർന്നാൽ തിന്മകൾ ഇങ്ങോട്ട് കിട്ടും. സുബ്ഹാനല്ലാഹ്, അത് അങ്ങനെയാണ് ചെയ്യുക. ഫജഅല അർ-റജുലു യബ്കി ബൈന യദൈ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ ആള് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് ഇദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം ചെയ്ത പ്രവൃത്തിയും ഇവരുടെ കാര്യവും ഒക്കെ ആലോചിച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടായിരിക്കാം. ഫഖാല റസൂൽ, മാത്രമല്ല വയഹ്തിഫ്, പിറുപിറുക്കാൻ തുടങ്ങി. പലതും മെല്ലെ ഇങ്ങനെ പറയാൻ തുടങ്ങി, കരഞ്ഞുകൊണ്ട് മെല്ലെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, മാ ലഹു അമാ യഖറഉ കിതാബല്ലാഹ് വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ദർറത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഈ ആയത്ത് ഇദ്ദേഹം ഓതിയിട്ടില്ലേ? ഇദ്ദേഹത്തിന് അത് ഓതിക്കൂടെ? എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത്? അള്ളാഹു എന്താ പറഞ്ഞു? വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നീതിയുടെ തുലാസികൾ നാം ഖിയാമത്ത് നാളിൽ സ്ഥാപിക്കുന്നത്. ഫലാ തുളമു നഫ്സുൻ ശൈആ, ഒരു നഫ്സും ഒരനീതിയും നേരിടേണ്ടി വരികയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഒരു അണുമണി തൂക്കമുള്ള കാര്യമാണെങ്കിൽ നാം അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കാൻ നാം തന്നെ മതി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയാണ് ചോദിക്കണം, ഇത് ഇദ്ദേഹം ഓതിയിട്ടില്ലേ, ഓതുന്നില്ലേ എന്ന് ചോദിച്ചു. ഫഖാല റജുൽ, ഇത്രയും കൂടി കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അജിദു ഖൈറൻ മിൻ ഫിറാഖി ഹൗലാ, ഇവരെ ഒഴിവാക്കാന്നല്ലാതെ അതിനേക്കാളും നല്ലത് ഇനി പോകാൻ വഴി ഞാൻ വേറൊന്നും കാണുന്നില്ല. ഇന്നി ഉഷ്ഹിദുക അന്നഹും അഹ്റാറുൻ കുല്ലഹും, നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ, ഇന്നത്തോടെ അവരെല്ലാവരും സ്വതന്ത്രരാണ്. അടിമകളെ ഇദ്ദേഹം സ്വതന്ത്രരാക്കി വിട്ടു. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഈ ഹദീസും ഈ മീസാനെ കുറിച്ചുള്ള ആയത്തുകളിന്റെ തഫ്സീറുകളിൽ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീന്റെ അതിലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അള്ളാഹു വെറുതെ വിടുകയില്ല. എത്രത്തോളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ അതിന് കൊമ്പ് കൊടുക്കും. ഇവിടെ കുത്തിയിട്ടതിന് കൊമ്പ് കൊടുക്കും. എന്നിട്ട് അതിനെ കുത്താൻ പറയും. എന്നിട്ട് അത് കഴിഞ്ഞാൽ അതിനോട് പറയും മണ്ണായിക്കൊള്ളൂ എന്ന് പറയും. അപ്പൊ അത് മണ്ണാവും. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തു നബയിൽ അവസാനത്തെ ആയത്തുണ്ടല്ലോ, യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, ഇതാ സന്ദർഭത്തിലാണ് മനുഷ്യൻ കാഫിർ പറയുന്നത്, അല്ലാഹുവേ ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതേപോലെ വേഗം തീർത്ത് പിന്നെ മണ്ണാകുന്ന അവസ്ഥ ഉണ്ടായാലും നരകം ഇല്ലെങ്കിൽ എന്നാലോചിച്ചു പോകുന്ന. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഹദീസിൽ നോക്ക്, ഈ ഹദീസിൽ എന്താണ് അവരോട് ചെയ്യുന്ന പ്രവൃത്തി കുറച്ച് അങ്ങോട്ട് കൂടിയാൽ, അതാണ് പല ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്ക് തൗഹീദ് അല്ലാഹുവിനോടുള്ള ഒന്നാമത്തെ ഹക്കാണ്. അതില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കില്ലല്ലോ. അതിനുശേഷം ഫർളായ കാര്യങ്ങൾക്കൊക്കെ ശേഷം, അല്ലെങ്കിൽ ഫർളായത് തന്നെ അല്ലാഹു തആല അലം, അതിനേക്കാളും ഒരുപടി മുന്നിൽ സൂക്ഷിക്കേണ്ടതാണ് ജനങ്ങളോടുള്ള ഹക്ക്. കാരണം എന്താ, വല്ലാഹു യതജാവസു അൻ ഹഖിഹി, അള്ളാഹു അവനോടുള്ള ഹക്ക് എന്ത് ചെയ്യും, അവൻ വിട്ടുകൊടുക്കും. അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ് അല്ലെ. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അള്ളാഹു ഗഫൂറാണ്. പക്ഷേ ജനങ്ങൾ പരലോകത്ത് വിട്ടുതരുമോ? ഒരിക്കലും വിട്ടുതരില്ല. അവർക്ക് ഹസനാത്ത് വാങ്ങിയിട്ടേ പോവുള്ളൂ, സയ്യാത്ത് തന്നിട്ടേ അവർ വിടുള്ളൂ. അതിന് പല ഉലമാക്കളും തെളിവ് പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സഹാബത്ത് ഒരു പെണ്ണിനെ പറ്റി പറയല്ലോ, അവള് ഫർദ് നിസ്കരിക്കും, രാത്രി നിസ്കരിക്കും, നോമ്പെടുക്കും, സദഖ കൊടുക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവളുടെ അയൽവാസികളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഇന്നഹാ ഫിന്നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകത്തിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു സ്ത്രീയെ പറ്റി പറയപ്പെട്ടു, എന്താണ് അവളുടെ പ്രത്യേകത, അവൾ ഫർദ് മാത്രം നിസ്കരിക്കും, ഫർദായ നോമ്പെടുക്കും, സ്വതക്ക കൊടുക്കുന്ന ആർക്കും വേണ്ടാത്ത ചില സംഗതികളാണ്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ സ്വതക്ക കൊടുക്കുന്ന പോലെ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കണ്ണുകൂട്ടിയിട്ടല്ലാതെ എടുക്കാത്ത സാധനം നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വതക്ക കൊടുക്കരുത് എന്ന് പറഞ്ഞു. ആ സാധനം നിങ്ങൾക്ക് തന്നാണെങ്കിൽ നേർക്കേറെ കണ്ണു പറഞ്ഞിട്ട് നിങ്ങളത് ഒരിക്കലും വാങ്ങൂല, പിന്നെ കണ്ണടച്ചിട്ടേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്ത ചില സംഗതികൾ മാത്രം സദഖ ചെയ്യുന്നൊരു പെണ്ണ്. പക്ഷേ അവളുടെ ഒരു വിശേഷണം എന്താണ്, ആരും ദ്രോഹിക്കൂല, ആരും ഉപദ്രവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവളെവിടെയാണ്, സ്വർഗത്തിലാണ്. അത്രയും സൂക്ഷിക്കണം ജനങ്ങളുമായുള്ള മുആമലാത്ത്, ഇടപാടുകൾ. അവരെ ദ്രോഹിക്കരുത്, ഉപകാരം ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കരുത്. ഉപകാരം ചെയ്താൽ എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിക്കും. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ ദുനിയാവിൽ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ അള്ളാഹു അവന്റെ പരലോകത്തെ പ്രയാസം നീക്കും. ഇത്രയും വലിയ ഫദ്ല് പറഞ്ഞിട്ടുണ്ട് ആളുകളെ സഹായിക്കുന്നത്. സഹായിക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, സഹായിക്കണം. ഇനി സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ദ്രോഹിക്കരുത്. നാവ് കൊണ്ടോ സമ്പത്ത് കവർന്നിട്ടോ അഭിമാനം വ്രണപ്പെടുത്തിയിട്ടോ ഒരു നിലക്കും ദ്രോഹിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم زدنا علما نافعا وعملا متقبلا. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم بارك في علمنا وفهمنا. اللهم بارك في هذا البيت وأهله. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.